സഹോദരന്മാരുടെ ക്യാമ്പിലേക്ക് കടന്നു വരുവാൻ ദൈവം നമ്മളെ ഓരോരുത്തരെയും സഹായിച്ചു. അതോർത്ത് നമുക്ക് ദൈവത്തെ സ്തുതിക്കാം. ഇന്ന് നാം കേൾക്കുന്നതായ ദൈവത്തിനൊക്കെയും നമുക്ക് നമ്മുടെ ഹൃദയത്തെ സംഗ്രഹിക്കുന്നതിനും അത് നമ്മുടെ പ്രായോഗികമായ ജീവിതത്തിൽ പ്രയോജനപ്പെടുന്നതിനും വേണ്ടിയിട്ട് നമുക്ക് പ്രാർത്ഥനയിലൂടെ ആയിരിക്കാം. ഇന്നത്തെ എൻ്റെ വിഷയം ആത്മാവിൻ്റെ ഫലം എന്നതാണ്. ഇവിടെ വന്നിരിക്കുന്ന സഹോദരന്മാർ ആരോടെങ്കിലും ആത്മാവിൻ്റെ ഫലം എന്താണെന്ന് ചോദിച്ചാൽ എല്ലാവർക്കും തന്നെ കാണാതെ പറയാനായിട്ട് സാധിക്കും. എന്നാൽ ഈ ആത്മാവിൻ്റെ ഫലം നമ്മുടെ ജീവിതത്തിൽ എന്തുമാത്രം പ്രായോഗികമായിട്ട് രീതിയിൽ നമുക്ക് ഉണ്ടോ എന്ന് ചോദിച്ചാൽ നമുക്കത് പലർക്കും ഉണ്ട് എന്ന് പറയാനായിട്ട് സാധിക്കാതെ വരും, പലർക്കും അത് ഉണ്ടെന്ന് പറയാനും സാധിക്കും. അപ്പം അതുകൊണ്ട് നാം ശ്രദ്ധയോടെ കേൾക്കുക. ഇവിടെ പറയുന്ന വചനങ്ങളൊക്കെ നമ്മൾ ശ്രദ്ധയോടെ കേൾക്കുകയും നമ്മുടെ ജീവിതം കർത്താവിന് ഏറ്റവും പ്രയോജനമുള്ള രീതിയിൽ രൂപാന്തരപ്പെടുവാൻ കൊണ്ടും ദൈവം സഹായിക്കുന്നതിന് വേണ്ടിയിട്ട് പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുകയും ചെയ്യാം. നാം ബൈബിൾ വായിക്കുമ്പോൾ അനേക സ്ഥലങ്ങളിൽ ഫലം എന്ന വാക്ക് കാണാനായിട്ട് സാധിക്കും. ബൈബിളിലെ ആദ്യത്തെ പുസ്തകമായ ഉൽപ്പത്തിയിൽ കാണാൻ സാധിക്കും. അവസാനത്തെ പുസ്തകമായ വെളിപ്പാട് പുസ്തകത്തിൽ നമുക്കത് കാണാനായിട്ട് സാധിക്കും. ഉൽപ്പത്തി പുസ്തകം 1-ാം അധ്യായത്തിൻ്റെ 11-ാമത്തെ വാക്യം ഇങ്ങനെ വായിക്കുന്നു: ഭൂമിയിൽ നിന്ന് പുല്ലും വിത്തുള്ള സസ്യങ്ങളും ഭൂമിയിൽ അതത് തരം ഫലം കായ്ക്കുന്ന വൃക്ഷങ്ങളും മുളച്ചു വരട്ടെ എന്ന് ദൈവം കൽപ്പിച്ചു. അങ്ങനെ സംഭവിച്ചു. വെളിപ്പാട് പുസ്തകം 22-ാം അധ്യായത്തിൻ്റെ 2-ാമത്തെ വാക്യം: നദിക്ക് ഇക്കരെയും അക്കരെയും ജീവവൃക്ഷമുണ്ട്, അത് 12 വിധം ഫലം കായ്ച്ച് മാസം തോറും അതത് ഫലം കൊടുക്കുന്നു. അപ്പം ദൈവം സൃഷ്ടിച്ചായുള്ള സസ്യങ്ങൾ, മരങ്ങൾ, പർവ്വജാതികൾ, മൃഗങ്ങൾ, സമുദ്രത്തിലെ ജീവജന്തുക്കൾ എല്ലാം ഫലമുണ്ടായി വർദ്ധിക്കണം എന്നത് ആഗ്രഹത്തോടുകൂടിയാണ് ദൈവം സൃഷ്ടിച്ചിരിക്കുന്നത്. മനുഷ്യരുടെ ബന്ധത്തിലും നിങ്ങൾ സന്താന പുഷ്ടിയുള്ളവരായി പെരുകുക എന്നാണ് പറഞ്ഞിരിക്കുന്നത്. അതുപോലെ വീണ്ടെടുക്കപ്പെട്ട ദൈവജനത്തെ പറ്റിയുള്ള ദൈവത്തിൻ്റെ ആഗ്രഹം അവരിൽ നിന്നും ആത്മാവിൻ്റെ ഫലം ഉണ്ടാകണം എന്നതാണ്. നമ്മുടെ ഭൗമിക ജീവിതത്തിൽ മാത്രമല്ല ആത്മീയ ജീവിതത്തിൽ ഫലം കായ്ക്കണമെന്നുള്ളതാണ് ദൈവം നമ്മെക്കുറിച്ച് ആഗ്രഹിക്കുന്നത്. ആത്മാവിൻ്റെ ഫലം, അതുപോലെ ആത്മാവിൻ്റെ ഫലം എന്താണെന്ന് ഗലാത്യർക്ക് എഴുതിയ ലേഖനം 5-ാം അധ്യായത്തിൻ്റെ 22-23 വാക്യങ്ങളിൽ നമുക്ക് കാണാനായിട്ട് സാധിക്കും. ആത്മാവിൻ്റെ ഫലമോ സ്നേഹം, സന്തോഷം, സമാധാനം, ദീർഘക്ഷമ, ദയ, പരോപകാരം, വിശ്വസ്തത, സൗമ്യത, ഇന്ദ്രിയജയം. ഇങ്ങനെ 9 സ്വഭാവ വിശേഷങ്ങളാണ് ആത്മാവിൻ്റെ ഫലമായിട്ട് ഇവിടെ പറഞ്ഞിരിക്കുന്നത്. ദൈവമക്കൾക്ക് ഉണ്ടായിരിക്കേണ്ട 9 സ്വഭാവ ഗുണങ്ങളാണ് ഇവ. അതുപോലെ തന്നെ ഈ സ്വഭാവ ഗുണങ്ങളൊക്കെയും കർത്താവിൻ്റെ സ്വഭാവ ഗുണങ്ങളാണ് എന്ന് നമുക്ക് മനസ്സിലാക്കാനായിട്ട് സാധിക്കും. ഇവിടെ നിങ്ങൾക്ക് ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, ഇവിടെ ഈ 9 സ്വഭാവ ഗുണങ്ങളുണ്ടെങ്കിലും ആ ഗുണങ്ങളെ എല്ലാം കൂടെ ഒരു ഫലം എന്ന രീതിയിലാണ് പറയുന്നത്. ഫലങ്ങൾ എന്നല്ല, ഒരു ഫലമായിട്ടാണ് പറയുന്നത്. കാരണം ഇവ എല്ലാം ഒന്നോടൊന്ന് ചേർന്ന് പോകുന്ന സ്വഭാവവിശേഷങ്ങളാണ്. പരിശുദ്ധാത്മാവിൻ്റെ സഹായത്തോടെ ഈ സ്വഭാവവിശേഷങ്ങളെല്ലാം ഒരു ഫലമായിട്ട് വളരുകയാണ് ചെയ്യുന്നത്. അപ്പോൾ അത് മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് ഞാൻ ഒരു എക്സാമ്പിൾ പറയാനായിട്ട് ഉദ്ദേശിക്കുന്നത്, ഓറഞ്ച്. നമ്മൾ ഓറഞ്ച് എടുത്താൽ അത് കാണാൻ മനോഹരമായിട്ടുള്ളൊരു ഫ്രൂട്ടാണ്. അതിൻ്റെ പുറന്തോട് മാറ്റിക്കഴിഞ്ഞാൽ അതിൻ്റെ ഉള്ളിൽ മനോഹരമായിട്ട് അല്ലികൾ ഇങ്ങനെ അടുക്കി ഇങ്ങനെ വച്ചിരിക്കുന്നതായിട്ട് കാണാനായിട്ട് സാധിക്കും. ആ അല്ലികൾ ഓരോന്നായിട്ടെടുത്ത് അതിൻ്റെ സ്വഭാവ ഗുണത്തെ പറ്റിയൊന്നും പറയുന്നില്ല. പക്ഷേ അതെല്ലാം കൂടി, അല്ലികളെല്ലാം കൂടി ഒരുമിച്ച് ചേർന്ന് അതിൻ്റെ പുറത്ത് ഒരു കവറിങ്ങും ഉണ്ട്. ആ നിലയിലാണ് അതിനെ ഒരു ഫലം എന്ന് പറയുന്നത്. അല്ല ഓരോ അല്ലികളെയും പറ്റി അത് ഫലം എന്ന് പറയുന്നില്ല. അതുപോലെയാണ് നമ്മുടെ ആത്മീയ ഈ സ്വഭാവ ഗുണങ്ങളും ആത്മീയ ഫലങ്ങളും ചിന്തിക്കുമ്പോൾ ഈ 9 സ്വഭാവ ഗുണങ്ങൾ ഒന്നിച്ച് ഒരു ഫലം എന്നുള്ള രീതിയിലാണ് ദൈവം കാണുന്നത്. അപ്പോൾ ആ ഫലങ്ങളെല്ലാം ഒന്നിച്ച് വളരേണ്ടതായിട്ടുള്ള സ്വഭാവ ഗുണങ്ങളാണ് എന്ന് നമുക്ക് മനസ്സിലാക്കാനായിട്ട് സാധിക്കും. ആത്മാവിൻ്റെ ഫലമായ ഫലങ്ങൾ ഇങ്ങനെ ഒന്നിച്ച് ഒരു ഫലമായിട്ട് തീർന്ന്
ദൈവത്തിൻ്റെ നാമം മഹത്വപ്പെടണം എന്നുള്ളതാണ് ദൈവം ആഗ്രഹിക്കുന്നത്. എന്നാൽ ജഡത്തിൻ്റെ സ്വഭാവങ്ങളെ പറ്റിയും പറയുന്നുണ്ട്. അത് ഞാൻ ഗലാത്യർ 5:19-21 വരെയാണ്, അത് ഞാൻ വായിക്കുന്നില്ല. ജഡത്തിൻ്റെ സ്വഭാവത്തെ പറ്റി പറയുന്നത് ഫലമെന്നല്ല, പ്രവൃത്തികൾ എന്നാണ്. അതായത് ജഡത്തിൻ്റെ പ്രവൃത്തികൾ എന്ന് പറയുമ്പോൾ ജഡീകരായ മനുഷ്യർ ചിന്തിച്ച് ആലോചിച്ച് ഉണ്ടാക്കിയ ചില പാവപ്രവൃത്തികളാണ് ഈ ജഡത്തിൻ്റെ പ്രവൃത്തികൾ എന്ന് പറയുന്നത്. അതിൻ്റെ ഫലമെന്ന് പറയാറില്ല, പ്രവൃത്തികൾ എന്ന് മാത്രമാണ് പറയുന്നത്. പക്ഷേ നമ്മെപ്പറ്റി ദൈവം ആഗ്രഹിക്കുന്നത് ആത്മാവ് നിറച്ചവരായി നമ്മൾ ഫലം പുറപ്പെടുവിക്കണം എന്നുള്ളതാണ്. ഫലം പുറപ്പെടുവിക്കുക മാത്രമല്ല, അധിക ഫലം പുറപ്പെടുവിക്കണം എന്ന് തന്നെയാണ് ദൈവം നമ്മളിൽ നിന്നും ആഗ്രഹിക്കുന്നത്. അങ്ങനെ അധിക ഫലം പുറപ്പെടുവിക്കുമ്പോൾ ദൈവത്തിൻ്റെ നാമം മഹത്വപ്പെടുവാൻ തൊക്കോണം ഇടയാകും. അതാണ് ആ അധിക ഫലം കൊണ്ട് ഉണ്ടാകുന്ന ഒരു പ്രയോജനം എന്ന് പറയുന്നത് അതാണ്. യോഹന്നാൻ്റെ സുവിശേഷം 15-8 വാക്യം, നിങ്ങൾ വളരെ ഫലം കായ്ക്കുന്നതിനാൽ എൻ്റെ പിതാവ് മഹത്വപ്പെടുന്നു, അങ്ങനെ നിങ്ങൾ എൻ്റെ ശിഷ്യന്മാരാകും. അതായത് നാം കർത്താവിൻ്റെ ശിഷ്യന്മാർ ആണെങ്കിൽ വളരെയധികം ആത്മാവിൻ്റെ ഫലം പുറപ്പെടുവിക്കുന്നവരായിരിക്കും എന്നുള്ളതാണ് നമുക്കതിൽ നിന്നും മനസ്സിലാക്കാനായിട്ട് സാധിക്കുന്നത്. അപ്പോൾ വളരെയധികം നമ്മൾ ഒരു ഫലം, ഈ 9 ഫലങ്ങളെ പറ്റി നമ്മൾ പറഞ്ഞു. അതിൽ 1-2 ഫലം മാത്രമല്ല ദൈവം ആഗ്രഹിക്കുന്നത്. ഈ 9 സ്വഭാവവിശേഷങ്ങൾ ഒരുമിച്ച് നമ്മളിൽ വളരണം എന്നാണ് ആഗ്രഹിക്കുന്നത്. അത് അധികമായിട്ട് വളരുകയും ചെയ്യണം. ഉദാഹരണത്തിനായിട്ട് നമുക്കിപ്പോൾ ചക്കയുടെയും മാങ്ങയുടെയും ഒക്കെ സീസണാണല്ലോ. എവിടെ നോക്കിയാലും പ്ലാവ് നിറയെ ചക്ക കാണാം, മാവ് നിറയെ മാങ്ങ കാണാം. പക്ഷേ ചില സമയത്ത് ചില മാവിൽ മാങ്ങ ഒന്നും കാണുകയില്ല, അവിടെ ഇവിടെയൊക്കെ ഓരോന്ന് കാണും. അപ്പോൾ ഞങ്ങൾക്കൊരു മാവുണ്ട്, പക്ഷേ ഈ വർഷം അത് പൂത്ത് വളരെയധികം നിറച്ച് മാങ്ങയാണ്. അപ്പോൾ അത് കാണുമ്പോൾ നമുക്ക് വലിയൊരു സന്തോഷമാണ്. അത് മാങ്ങ ഇങ്ങനെ മുഴുവനും പൂത്ത് മാങ്ങയായിട്ട് അങ്ങനെ തൂങ്ങി കിടക്കുന്നത്. അപ്പോൾ നമ്മൾ അതുപോലെ ആത്മീയമായിട്ടുള്ള ഫലം നമ്മളിൽ അതുപോലെ ഉണ്ടാകുകയാണെങ്കിൽ ദൈവം നമ്മളെ നോക്കുമ്പോഴും ദൈവത്തിന് എത്രയോ പ്രസാദകരമായിരിക്കും. ദൈവം നമ്മളെ സന്തോഷിക്കും. അത് മുഖാന്തരം ദൈവത്തിൻ്റെ നാമം മഹത്വപ്പെടുവാനായിട്ട് ഇടയാകും. മാത്രമല്ല, നമ്മെപ്പറ്റി മറ്റുള്ളവർ കാണുമ്പോൾ അത് ദൈവത്തിൻ്റെ കർത്താവിൻ്റെ ഒരു ശിക്ഷയാണ് എന്ന് മനസ്സിലാക്കാനായിട്ട് സാധിക്കും. കാരണം ഈ സ്വഭാവഗുണങ്ങളൊക്കെ കർത്താവിൻ്റെ സ്വഭാവഗുണങ്ങളാണ്. അത് അധികമായിട്ട് നമ്മൾ കാണുമ്പോൾ മറ്റുള്ളവർ നോക്കുമ്പോൾ തന്നെ മനസ്സിലാകും ഇത് കർത്താവിൻ്റെ ഒരു ശിക്ഷയാണ്, കർത്താവിൻ്റെ സ്വഭാവമാണ് അവൾ കാണുന്നത് എന്ന് പറയാനായിട്ട് സാധിക്കും. അപ്പോൾ അങ്ങനെ കർത്താവിൻ്റെ സ്വഭാവത്തോട് അനുരൂപപ്പെടണം എന്നതാണ് ദൈവം നമ്മളിൽ നിന്നും ആഗ്രഹിക്കുന്നത്. രക്ഷിക്കപ്പെടുന്ന ഓരോ വിശ്വാസികളും ദൈവാത്മാവുണ്ട്. അതുകൊണ്ട് ആത്മാവിൻ്റെ ഫലവും നമുക്ക് കാണാനായിട്ട് സാധിക്കും. എന്നാൽ അധിക ഫലം കായ്ക്കണമെന്നാണ് ദൈവം നമ്മളിൽ നിന്ന് ആഗ്രഹിക്കുന്നത്. ഇത് മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് കർത്താവ് ഒരു മുന്തിരി വള്ളിയെ പറ്റിയാണ് അതിൻ്റെ ഉദാഹരണമായിട്ട് പറയുന്നത്. യോഹന്നാൻ്റെ സുവിശേഷം 15-ാം അധ്യായം 5 മുതൽ 8 വരെയുള്ള വാക്യങ്ങളിൽ നമുക്കിത് കാണാനായിട്ട് സാധിക്കും. അതിങ്ങനെ വായിക്കുന്നു: കൊമ്പിന് മുന്തിരിവള്ളിയിൽ വസിച്ചിട്ടല്ലാതെ സ്വയമായി കായ്പാൻ കഴിയാത്തതുപോലെ എന്നിൽ വസിച്ചിട്ടല്ലാതെ നിങ്ങൾക്ക് കഴിയുകയില്ല. ഞാൻ മുന്തിരിവള്ളിയും നിങ്ങൾ കൊമ്പുകളും ആകുന്നു. ഒരുത്തൻ എന്നിലും ഞാൻ അവനിലും വസിക്കുന്നു എങ്കിൽ അവൻ വളരെ ഫലം കായ്ക്കും. എന്നെ പിരിഞ്ഞ് നിങ്ങൾക്ക് ഒന്നും ചെയ്യുവാൻ കഴിയുകയില്ല. നിങ്ങൾ എന്നിലും എൻ്റെ വചനം നിങ്ങളിലും വസിച്ചാൽ നിങ്ങൾ ഇച്ഛിക്കുന്നത് എന്തെങ്കിലും അപേക്ഷിപ്പീൻ, അത് നിങ്ങൾക്ക് കിട്ടും. നിങ്ങൾ വളരെ ഫലം കായ്ക്കുന്നതിനാൽ എൻ്റെ പിതാവ് മഹത്വപ്പെടും. അങ്ങനെ നിങ്ങൾ എൻ്റെ ശിഷ്യന്മാരാകും. അപ്പോൾ അധികം ഫലം പുറപ്പെടുവിക്കാൻ സഹായമായ കാര്യങ്ങളാണ് ഇപ്പോൾ ഞാൻ പറയുന്നത്. അധിക ഫലം കായ്ക്കണമെന്നുള്ള ദൈവത്തിൻ്റെ ആഗ്രഹമാണ്. അപ്പോൾ അതിനുള്ളതായ മാർഗവും ദൈവം തന്നെ നമ്മുടെ വചനത്തിൽ കൂടി നമ്മൾക്ക് പറയുന്നുണ്ട്. അപ്പോൾ ഒരു മുന്തിരിവള്ളിയിൽ അതിൻ്റെ കൊമ്പുകൾ എത്രമാത്രം ചേർന്ന് കഴിയുന്നു അത്രമാത്രമേ അതിൽ മുന്തിരിങ്ങ ഉണ്ടാകുകയുള്ളൂ. മുന്തിരിവള്ളിയും അതിൻ്റെ കൊമ്പുകളുമായിട്ട് യാതൊരു ബന്ധമില്ലെങ്കിൽ മുന്തിരിങ്ങ ഉണ്ടാകുകയില്ല. അതുപോലെയാണ് വിശ്വാസിയും കർത്താവുമായിട്ടുള്ള ബന്ധമെന്ന് പറയുന്നത്. ഒരുത്തൻ എന്നിലും
ഞാൻ അവനിലും വസിക്കുന്നുവെങ്കിൽ അവൻ വളരെ ഫലം കായ്ക്കും. കർത്താവുമായിട്ടുള്ള നമുക്കൊരു അടുത്ത ബന്ധം നമുക്ക് ഉണ്ടായിരിക്കണം. എങ്കിൽ മാത്രമേ നമുക്ക് ആത്മീയമായുള്ള ഫലം ഉണ്ടാകുവാനായിട്ട് സാധിക്കുകയുള്ളൂ. നിങ്ങൾ എന്നിലും എൻ്റെ വചനം നിങ്ങളിലും വസിച്ചാൽ നിങ്ങൾ ഇച്ഛിക്കുന്നത് എന്തെങ്കിലും അപേക്ഷിപ്പിൻ, അത് നിങ്ങൾക്ക് കിട്ടും. നിങ്ങൾ വളരെ ഫലം കഴിക്കുന്നതിന് എൻ്റെ പിതാവ് മുഹൂർത്തപ്പെടുന്നു. അങ്ങനെ നിങ്ങൾ എൻ്റെ ശിഷ്യന്മാർ ആകുന്നു. അപ്പോൾ ഇവിടെ കർത്താവിനെ ആ നിലയിൽ മുന്തിരിവള്ളിയായി നാം കാണുക. നമ്മെ തന്നെ ആ മുന്തിരിവള്ളിയിലെ കൊമ്പുകളായിട്ട്, ബ്രാഞ്ചസുകളായിട്ട് നമ്മൾ കാണുക. അങ്ങനെ നാം കർത്താവ് നമ്മിലും വസിക്കുന്ന ഒരു അനുഭവമായിട്ട് നമുക്കത് തീരണം. എങ്കിൽ മാത്രമേ ആത്മാവിൻ്റെ ഫലം നമ്മളിൽ ഉണ്ടാകാനായിട്ട് സാധിക്കുകയുള്ളൂ. അങ്ങനെ കർത്താവായ യേശുക്രിസ്തുവുമായിട്ട് വിശ്വാസികൾക്ക് ഒരു അഭേദ്യമായിട്ടുള്ളൊരു ബന്ധം ഉണ്ടായെങ്കിൽ മാത്രം ഫലം കിട്ടുകയുള്ളൂ എന്നുള്ളത് നമുക്ക് മനസ്സിലാക്കാനായിട്ട് സാധിക്കും. അപ്പോൾ കൊമ്പ് മുന്തിരിവള്ളിയുമായിട്ട് ചേർന്നിരുന്നെങ്കിൽ മാത്രമേ ആ മുന്തിരിവള്ളിയുടെ വേര് ഭൂമിയിൽ നിന്നും വെള്ളവും അതിന് വേണ്ട ആഹാരമൊക്കെ വലിച്ചെടുക്കുമ്പോൾ അത് ഈ കൊമ്പുകളിലും ലഭിക്കണമെങ്കിൽ ആ കൊമ്പുകൾ മുന്തിരിവള്ളിയോട് ചേർന്നിരിക്കേണ്ടത് ആവശ്യമാണ്. അതുപോലെ തന്നെയാണ് നമ്മൾ കർത്താവിനോട് ചേർന്നിരുന്നെങ്കിൽ മാത്രമേ നമുക്ക് കർത്താവിൽ നിന്നും പ്രാപിക്കാനായിട്ട് സാധിക്കുകയുള്ളൂ. അപ്പോൾ അതിന് നാം വചനം വായിക്കണം, പ്രാർത്ഥിക്കണം, കർത്താവുമായിട്ടുള്ള നല്ല കൂട്ടായ്മ ബന്ധം വേണം. അതോടൊപ്പം തന്നെ ജഡത്തിൻ്റെ പ്രവൃത്തികളെ നാം ഉപേക്ഷിക്കുകയും വേണ്ടത് ആവശ്യമാണ്. അതുമാത്രമല്ല അത് മുഖാന്തരം ഫലം കായ്ക്കും, ദൈവനാമം മഹത്വപ്പെടും, കർത്താവിൻ്റെ ശിക്ഷയെന്ന് മറ്റുള്ളവർ മനസ്സിലാക്കും. അതുപോലെ തന്നെ നമ്മുടെ പ്രാർത്ഥനയ്ക്കും ദൈവം ഉത്തരം നൽകും എന്ന് പറയുന്നുണ്ട്. യോഹന്നാൻ്റെ സുവിശേഷം 15-ാം അധ്യായത്തിൻ്റെ 2-ാമത്തെ വാക്യം, കായ്ക്കുന്നതൊക്കെ അധികം ഫലം കായ്ക്കേണ്ടതിന് ചെത്തി വെടിപ്പാക്കുന്നു. അപ്പം ഫലം കായ്ക്കുക, അധികം ഫലം കായ്ക്കുക. അധികം ഫലം കായ്ക്കണമെങ്കിൽ ചെത്തി വെടിപ്പാക്കുന്ന ഒരു പ്രക്രിയ കൂടെ ഉണ്ട്. നമ്മൾ ചെടികളൊക്കെ ആണെങ്കിൽ ഇടയ്ക്കിടയ്ക്ക് പ്രൂൺ ചെയ്യും. എന്തുകൊണ്ട്? അത് കൂടുതൽ ശക്തമായിട്ട് വളരുന്നതിന് വേണ്ടി നമ്മളത് ചെയ്യും. അതുപോലെ തന്നെയാണ് കർത്താവ് വിശ്വാസികളുമായിട്ടുള്ള ആ ബന്ധം കൂടുതൽ ശക്തമായിട്ട് തീരണമെങ്കിൽ ചില പരീക്ഷകൾ കൂടെയൊക്കെ നമ്മളെ കടത്തിവിട്ടെങ്കിൽ മാത്രമേ അത് സാധിക്കുകയുള്ളൂ. അത് അല്പം വേദനാജനകമായിരിക്കും, പക്ഷേ അത് നന്മയ്ക്ക് വേണ്ടിയിട്ടുള്ള ഒരു വേദന ആയിരിക്കും എന്നുള്ളത് കൊണ്ട് അത് നമുക്ക് സന്തോഷത്തോടെ സ്വീകരിക്കാനായിട്ട് സാധിക്കും. അതുപോലെ തന്നെ അധികം ഫലം കായ്ക്കുന്നവൻ്റെ പ്രാർത്ഥനയ്ക്ക് ഉടനടി ഉത്തരം ലഭിക്കും. കാരണം കർത്താവിനോട് ചേർന്ന് നമ്മൾ ജീവിക്കുമ്പോൾ നമ്മുടെ പ്രാർത്ഥന എന്ന് പറയുന്നത് ദൈവഹിതപ്രകാരമുള്ള പ്രാർത്ഥനയാണ്. ദൈവഹിതപ്രകാരമുള്ള പ്രാർത്ഥനയ്ക്ക് ദൈവം ഉടനടി ഉത്തരം നൽകുകയും ചെയ്യും. സങ്കീർത്തനം 1-2-3 വാക്യങ്ങൾ, യഹോവയുടെ ന്യായപ്രമാണത്തിൽ രാപ്പകൽ ധ്യാനിക്കുന്നവൻ ഭാഗ്യവാൻ. അവൻ ആറ്റരികത്ത് നട്ടിരിക്കുന്നതും തക്ക കാലത്ത് ഫലം കായ്ക്കുന്നതും ഇല വാടാത്തതുമായ വൃക്ഷം പോലെ ഇരിക്കും. അവൻ ചെയ്യുന്നതൊക്കെയും സാധിക്കും. അപ്പോൾ ഇവിടെ പറയുന്നത് എന്താണ്? രാപ്പകൽ ധ്യാനിക്കാനായിട്ടാണ് പറയുന്നത്. രാവും പകലും ധ്യാനിക്കണം. അപ്പോൾ ഫലം കായ്ക്കുന്ന ഒരു വൃക്ഷം പോലെ നമ്മളും ആയിത്തീരുമെന്നാണ്. അങ്ങനെ ചെയ്തു കഴിയുമ്പോൾ അവൻ ചെയ്യുന്നതൊക്കെയും സാധിക്കുമെന്നാണ് പറയുന്നത്. നാം ദൈവവുമായിട്ടുള്ള ആ ബന്ധം വളരെ ക്ലോസ് ആയിട്ട് തീരുമ്പോൾ ദൈവികമായിരിക്കും എപ്പോഴും നമ്മുടെ മനസ്സിൽ വരുന്നത്. അപ്പം നമ്മൾ എന്ത് ചെയ്താലും അതിൻ്റെ ഒരു അപ്രൂവൽ ദൈവത്തിൽ നിന്ന് നമുക്ക് ലഭിക്കുകയും ചെയ്യും. അപ്പോൾ വചനം വായിക്കണം, ധ്യാനിക്കണം, പ്രാർത്ഥിക്കണം. ഇതൊക്കെ അധിക ഫലം കഴിക്കാവുന്ന സഹായിക്കുന്ന കാര്യങ്ങളാണ്. അതിന് ഉദാഹരണമായിട്ട് ചെറിയൊരു എക്സാമ്പിൾ ഞാൻ ഇന്ന് പറയാനായിട്ട് ആഗ്രഹിക്കുന്നത് മാർത്തയും മറിയയും പറ്റിയാണ്. ഒരു ഭവനത്തിൽ ജനിച്ചു വളർന്ന 2 സഹോദരിമാരാണ്. എന്നാൽ അവരുടെ മൂല്യങ്ങൾക്ക് കുറച്ച് വ്യത്യാസം ഉണ്ടായിരുന്നു. മാർത്ത ഭവന കാര്യങ്ങളിൽ വളരെ താല്പര്യമായിട്ടുള്ള ഒരു സ്ത്രീയാണ്. അത് സൽക്കാരത്തിന് വളരെ പ്രിയയായിരുന്നു. കർത്താവും ശിഷ്യന്മാരും ഏത് സമയത്തും എൻ്റെ ഭവനത്തിൽ വന്നാൽ അവരെ സന്തോഷത്തോടെ സ്വീകരിക്കുമായിരുന്നു. ആഹാരം സമയത്ത് കൊടുക്കണമെന്നും നല്ല ആഹാരം കൊടുക്കണമെന്നും വളരെ നിർബന്ധമുള്ള ഒരു സ്ത്രീയായിരുന്നു.
അങ്ങനെ പതിവ് പോലെ കർത്താവും ശിഷ്യന്മാരും മാർത്തയുടെ ഭവനത്തിൽ എത്തി അവരെ വളരെ സന്തോഷത്തോടുകൂടി സ്വീകരിച്ചു. അതിനുശേഷം കർത്താവ് വചനം പഠിപ്പിക്കാനായിട്ട് തുടങ്ങി. മാർത്ത ആ സമയത്ത് എന്താ ചെയ്തത്? വചനം പഠിക്കാൻ ഉള്ള താല്പര്യത്തോടു കൂടിയല്ല അവൾ അവിടെയായിരുന്നത്. അവൾ അടുക്കളയിലേക്ക് പെട്ടെന്ന് തന്നെ പോയി ആഹാര കാര്യങ്ങൾ ക്രമീകരിക്കണം എന്നുള്ള ഒറ്റ കാര്യം മാത്രമായിരുന്നു അവളുടെ ലക്ഷ്യമായിട്ട് ഉണ്ടായിരുന്നത്. അങ്ങനെ മാർത്ത അടുക്കളയിലേക്ക് പോയി. അപ്പം മറിയ എന്ത് ചെയ്തു? മറിയ കർത്താവ് വചനം പഠിപ്പിക്കുന്നെന്ന് മനസ്സിലാക്കിയപ്പോൾ മറിയ കർത്താവിൻ്റെ പാദപീഠത്തിൽ പോയിരുന്നു വചനം പഠിക്കാനായിട്ട് തുടങ്ങി. അപ്പം മറിയ എന്താണ് ചിന്തിച്ചത്? കർത്താവിൻ്റെ വചനം, കർത്താവ് പല സ്ഥലങ്ങളിൽ പോയി വചനം പറയുന്നുണ്ട്, പ്രസംഗിക്കുന്നുണ്ട്. അവിടെയെല്ലാം എനിക്ക് പോയി കേൾക്കാനായിട്ടുള്ള അവസരം കിട്ടുകയില്ല. അതുകൊണ്ട് കിട്ടിയ അവസരം ഞാൻ നഷ്ടപ്പെടുത്താനായിട്ട് ഇഷ്ടപ്പെടുന്നില്ല. അതുകൊണ്ട് കുറച്ച് സമയമെങ്കിലും എനിക്ക് കർത്താവിൻ്റെ പാദപീഠത്തിൽ ഇരുന്ന് വചനം പഠിക്കണം എന്നുള്ള ഉദ്ദേശം അവൾക്കുണ്ടായിരുന്നു. അത് കഴിഞ്ഞിട്ട് പിന്നീട് മാർത്തയെ ഒന്ന് സഹായിക്കാമല്ലോ എന്ന് അവൾ കരുതി കാണും. പക്ഷേ മാർത്ത എങ്ങനെയല്ലായിരുന്നു. മാർത്ത അടുക്കളയിൽ കയറി അങ്ങനെ ജോലി കാര്യങ്ങളിലൊക്കെ അങ്ങനെ മുഴുകി അങ്ങനെ തനിയെ ജോലി ചെയ്തപ്പോൾ വളരെ മുഷിച്ചത് തോന്നി. എന്നെ സഹായിക്കാൻ ആരുമില്ലല്ലോ. മറിയ വരുമെന്ന് വിചാരിച്ച് പ്രതീക്ഷിച്ചിരുന്നു. പക്ഷേ അവൾ കടന്നു വരുന്നില്ല. അതുകൊണ്ട് അവൾക്ക് മനസ്സിൽ വളരെ വിഷമം തോന്നി, കോപം തോന്നി, ഹൃദയത്തിൽ ഈർഷ്യ തോന്നി. അതുപോലെ പരാതി പറയുന്ന ഒരു അവസ്ഥയിലേക്ക് അവൾ വരികയാണ് ചെയ്തത്. മറിയെക്കുറിച്ചുള്ള ആ പരാതി കർത്താവിൻ്റെ അടുക്കൽ വരെ എത്തി. കർത്താവിനോട് എന്താ അവൾ പറയുന്നത്? എന്നെ സഹായിപ്പാൻ മറിയയോട് കൽപ്പിക്കണമെന്നാണ് മാർത്തയുടെ ആവശ്യം. അപ്പോൾ മറിയയെക്കുറിച്ചുള്ള പരാതി നേരെ കർത്താവിൻ്റെ അടുത്തും വരത്തക്കവണ്ണം അവളുടെ മനസ്സ് അതുപോലെ കൈക്കൊള്ളതായിട്ട് തീരുകയാണ് ചെയ്തത്. അങ്ങനെ അവൾ കർത്താവിനോട് ചെന്ന് പരാതികൾ പറഞ്ഞപ്പോൾ കർത്താവിൻ്റെ മറുപടി എന്തായിരുന്നു? മാർത്തയെ നീ പലതിനെ ചൊല്ലി വിചാരപ്പെട്ടും മനം കലങ്ങിയിരിക്കുന്നു. മറിയ നല്ല അംശം തിരഞ്ഞെടുത്തിരിക്കുന്നു, അത് അവളോട് ആരും അപഹരിക്കയില്ല. മാർത്ത വിചാരിച്ചു കർത്താവ് തന്നെ അനുമോദിച്ച് പറയുമെന്നാണ് വിചാരിച്ച പരാതി ചെന്ന് പറഞ്ഞത്. പക്ഷേ കിട്ടിയതെന്താണ്? കർത്താവിൽ നിന്നും ചില ശകാരം അങ്ങനെ കിട്ടുകയാണ് ചെയ്തത്. നല്ല അംശം മറിയയാണ് തിരഞ്ഞെടുത്തതെന്ന് മാർത്തയോട് പറയുകയാണ് ചെയ്തത്. നാം പലപ്പോഴും ഇങ്ങനെയൊക്കെയല്ലേ ചെയ്യുന്നത്? വചനം പഠിക്കാൻ കിട്ടുന്ന അവസരങ്ങൾ നമ്മൾ നഷ്ടപ്പെടുത്തി കളയും. അവസരം നഷ്ടപ്പെടുത്തരുത്. അവസരം പിന്നീട് ചിലപ്പോൾ കിട്ടിയില്ലെന്നും വരും. പലപ്പോഴും സഹോദരിമാർക്കുള്ള ഒരു പരാതിയാണ്, രാത്രി 10 മണിയായാലും അടുക്കള പണി തീരുകയില്ല, വീട്ടിലെ പണി തീരത്തില്ല. പിന്നെ എപ്പോഴാണ് ബൈബിൾ വായിക്കാൻ സമയം, എപ്പോഴാണ് പ്രാർത്ഥിക്കാനുള്ള സമയം, എപ്പോഴാണ് ക്ലാസ്സുകൾക്ക് പോകാനുള്ള സമയം എന്നുള്ള ഒരു പരാതി പലപ്പോഴും പല സഹോദരിമാരുടെയും വായിൽ നിന്ന് കേൾക്കാനായിട്ട് ഇടയായിട്ടുണ്ട്. അപ്പോൾ അതിനുള്ളൊരു പരിഹാരം എനിക്ക് കിട്ടിയിട്ടുള്ളത്, ഇപ്പോൾ നിങ്ങൾ രാവിലെ 5 മണിക്കാണ് എഴുന്നേൽക്കുന്നതെങ്കിൽ 4 മണിക്ക് എഴുന്നേൽക്കുക. ആ 4 മുതൽ 5 വരെയുള്ള സമയം എന്ത് ചെയ്യാൻ പറ്റും? ആരും ആ സമയത്ത് എഴുന്നേൽക്കുന്നില്ലായിരിക്കും. ആ സമയത്ത് നിങ്ങൾക്ക് ബൈബിൾ വായിക്കാം, പ്രാർത്ഥിക്കാം, എല്ലാം 1 മണിക്കൂർ സമയമുണ്ട്. അതുകൊണ്ട് നിങ്ങൾ ഇപ്പോൾ എഴുന്നേൽക്കുന്നതിനേക്കാൾ 1 മണിക്കൂർ എഴുന്നേറ്റാൽ മാത്രം മതി. നിങ്ങൾക്ക് അത് സാധ്യമാകും എന്നുള്ളതിന് യാതൊരു സംശയമില്ല. അത് കഴിഞ്ഞിട്ട് ആ എഴുന്നേൽക്കുന്നുണ്ടെ നിങ്ങൾ പോയി മുഖം കഴുകുകയോ തലമുടിയൊക്കെ ഒന്ന് ഒന്ന് വൃത്തിയായിട്ട് എടുക്കുകയോ അതിനുശേഷം ദൈവത്തിൻ്റെ വചനം വായിക്കാനായിട്ട് ഇരിക്കുക. നിങ്ങൾക്ക് 1 മണിക്കൂർ ലഭിക്കും. അതിനുശേഷം നിങ്ങൾ അടുക്കളയിൽ കയറി നിങ്ങളുടെ പണി ആരംഭിക്കുക. നിങ്ങൾക്ക് അടുക്കും ചിട്ടയുമായിട്ട് പണി ചെയ്യാനായിട്ട് സാധിക്കും. നല്ല സ്പീഡിൽ ചെയ്യാനായിട്ട് സാധിക്കും. നിങ്ങളല്ലെങ്കിൽ അത് പരീക്ഷിച്ച് നോക്കിക്കോ. എൻ്റെ അനുഭവത്തിൽ അത് വാസ്തവമായിട്ടുള്ള ഒരു കാര്യമാണ്. അതുകൊണ്ടാണ് ഞാൻ നിങ്ങളോട് ആ നിലയിൽ പറയുന്നത്. അതുപോലെ തന്നെ നമ്മൾ പണി ചെയ്യുന്ന ആ സമയത്തും നമ്മുടെ മനസ്സിൽ പ്രാർത്ഥിക്കാനായിട്ട് കഴിയും. അതിന് സമയമൊന്നും നമ്മൾ എടുക്കേണ്ട ആവശ്യമില്ല പ്രത്യേകിച്ച്. അപ്പോൾ ആ നിലയിലും നമുക്ക് ദൈവത്തോട് അടുക്കുവാൻ തൊക്കണം നമുക്ക് സാധിക്കും. മുമ്പ് മുന്തിരിവള്ളിയിൽ വസിക്കുന്ന അനുഭവത്തിലേക്ക് നമുക്കും വരുവാനായിട്ട് സാധിക്കും. പ്രാർത്ഥനകൾക്ക് നമ്മുടെ പ്രാർത്ഥനകൾക്ക് ഉത്തരം ലഭിക്കും. ആത്മാവിൻ്റെ ഫലം അധികമായിട്ട് പുറപ്പെടുന്നവരായിരിക്കും. കർത്താവിൻ്റെ നല്ല ശിഷ്യയാണ് എന്നുള്ള മറ്റുള്ളവർ പറയുകയും ചെയ്യും. നമ്മുടെ സ്വഭാവങ്ങളൊക്കെ കണ്ടിട്ട്
മറ്റുള്ളവരും പറയും ഇത് കർത്താവിൻ്റെ നല്ലൊരു ശിഷ്യയാണ്, കർത്താവിൻ്റെ സ്വഭാവ ഗുണങ്ങളൊക്കെ ഉണ്ടല്ലോ എന്ന് പറയുവാനായിട്ട് ഇടയാകും. അന്ത്യോക്യയിൽ ശിഷ്യന്മാർക്ക് എങ്ങനെയാണ് ക്രിസ്ത്യാനികൾ എന്ന പേരുണ്ടായത്? അവർ കർത്താവിൻ്റെ സ്വഭാവം കാണിച്ചതുകൊണ്ടാണ് അവർക്ക് ക്രിസ്ത്യാനികൾ എന്ന പേരുണ്ടായത്. അപ്പം നമുക്കും ഇങ്ങനെ പല നിലയിൽ ചെറിയ ചെറിയ കാര്യങ്ങൾ കൂടിയാണെങ്കിലും കർത്താവിൻ്റെ സ്വഭാവത്തെ അനുകരിക്കാനായിട്ട് നമുക്ക് സാധിക്കും. അങ്ങനെ നമുക്ക് കർത്താവിൻ്റെ ശിക്ഷകളാണ് എന്ന് മറ്റുള്ളവർ പറയുന്നതും കേൾക്കാനായിട്ട് സാധിക്കും. ഇനി ആത്മാവിൻ്റെ ഫലത്തെപ്പറ്റി ചിന്തിക്കാം. ഇത്രയും സമയം ഫലം ഉണ്ടാകുവാൻ സഹായമായ കാര്യങ്ങളെ പറ്റിയാണ് ഞാൻ പറഞ്ഞത്. 9 സ്വഭാവ ഗുണങ്ങളെ പറ്റിയാണല്ലോ ആത്മാവിൻ്റെ ഫലമായിട്ട് പറഞ്ഞത്. അവയെ 3 ഗ്രൂപ്പായിട്ട് നമുക്ക് തിരിക്കാനായിട്ട് സാധിക്കും. ആദ്യത്തെ ഗ്രൂപ്പ് സ്നേഹം, സന്തോഷം, സമാധാനം. ഈ 3 ആദ്യത്തെ അക്ഷരം സായാണ്. അതുകൊണ്ട് നമുക്ക് പെട്ടെന്നത് ഓർമ്മയിൽ നിൽക്കാനായിട്ട് സാധിക്കും. സ്നേഹം, സന്തോഷം, സമാധാനം. ഇവ 3 ദൈവത്തിൽ നിന്നും ഉളവാകുന്ന ഫലങ്ങളാണ്. രണ്ടാമത്തെ ഗ്രൂപ്പ് ദീർഘക്ഷമ, ദയ, പരോപകാരം. ഇവ മറ്റുള്ളവരോടുള്ള ബന്ധത്തിൽ നമുക്കുണ്ടായിരിക്കേണ്ട സ്വഭാവ ഗുണങ്ങളാണ്. മൂന്നാമത്തെ ഗ്രൂപ്പ് വിശ്വസ്തത, സൗമ്യത, ഇന്ദ്രിയജയം. ഇവ നമ്മോട് തന്നെയുള്ള ബന്ധത്തിൽ ഉണ്ടായിരിക്കേണ്ട സ്വഭാവ ഗുണങ്ങളാണ്. അപ്പോൾ നമ്മുടെ ഈ സ്വഭാവ ഗുണങ്ങളെ 3 ഗ്രൂപ്പായിട്ട് അങ്ങനെ നമുക്ക് തിരിക്കാനായിട്ട് സാധിക്കും. ആത്മാവിൻ്റെ ഫലങ്ങളിൽ സ്നേഹം, സന്തോഷം, സമാധാനം, സൗമ്യത എന്നീ വിഷയങ്ങളെപ്പറ്റി, എന്നീ സ്വഭാവ ഗുണങ്ങളെപ്പറ്റി മാത്രമേ ഞാൻ ഇപ്പോഴല്പമായിട്ട് ചിന്തിക്കാനായിട്ട് ആഗ്രഹിക്കുന്നുള്ളൂ. എല്ലാ സ്വഭാവങ്ങളുടെയും ഡീറ്റെയിലായിട്ട് പഠിക്കാനുള്ളൊരു സമയം നമുക്ക് ഇപ്പോഴില്ല. അതുകൊണ്ട് സ്നേഹത്തെപ്പറ്റി ആദ്യമായിട്ട് നമുക്ക് ചിന്തിക്കാം. ആത്മാവിൻ്റെ ഫലത്തിൽ ആദ്യത്തേതാണ് സ്നേഹം. സ്നേഹം ദൈവത്തിൻ്റെ ഒരു സ്വഭാവം മാത്രമല്ല, ദൈവം താൻ തന്നെ സ്നേഹമാണ് എന്നാണ് പറയുന്നത്. 1 യോഹന്നാൻ 5:16 ദൈവം സ്നേഹം തന്നെ. സ്നേഹത്തിൽ വസിക്കുന്നവൻ ദൈവത്തിൽ വസിക്കുന്നു, ദൈവം അവനിൽ വസിക്കുന്നു. അപ്പം ദൈവത്തെപ്പറ്റി പറയുന്നത് സ്നേഹം തന്നെയാണ് എന്നുള്ളതാണ്. അതൊരു സ്വഭാവം എന്ന് മാത്രമല്ല, സ്നേഹം തന്നെയാണ് ദൈവം. അപ്പോൾ ആത്മാവിൻ്റെ സ്വഭാവം കേവലം മനുഷ്യ സ്നേഹമല്ല, ഇത് ദൈവത്തിൽ നിന്നും ഉള്ള ദൈവികമായ സ്നേഹമാണ്. ഇതിന് ഇംഗ്ലീഷിൽ അഗാപ്പെ സ്നേഹം എന്ന് പറയാറുണ്ട്. എന്ന് പറഞ്ഞാൽ സ്വാർത്ഥതയില്ലാത്ത, നിബന്ധനകളില്ലാത്ത, ത്യാഗപരമായ സ്നേഹമാണ് ഈ സ്നേഹം എന്ന് പറയുന്നത്. 1 യോഹന്നാൻ 3:16 കർത്താവ് നമുക്ക് വേണ്ടി എന്താണ് ചെയ്തതെന്ന് പറയുന്നുണ്ട്. അവൻ നമുക്ക് വേണ്ടി തൻ്റെ പ്രാണനെ വെച്ചു കൊടുത്തതിനാൽ നാം സ്നേഹം എന്തെന്ന് അറിഞ്ഞിരിക്കുന്നു. എന്നിട്ട് പിന്നീട് പറയുന്നത് എന്താണ്? കർത്താവ് നമ്മെ സ്നേഹിച്ചത് പോലെ നാമും സ്നേഹിക്കണമെന്നാണ്. കർത്താവ് നമ്മെ സ്നേഹിച്ചത് കൊണ്ടാണ് സ്നേഹം എന്തെന്ന് നമ്മൾ മനസ്സിലാക്കുന്നത്. ആ കർത്താവ് എങ്ങനെയാണ് സ്നേഹിച്ചത്? കർത്താവിൻ്റെ സ്വന്തം പ്രാണനെ നമുക്ക് വേണ്ടി തന്നാണ് നമ്മളെ സ്നേഹിച്ചത്. അതുകൊണ്ട് നാമും സഹോദരന്മാർക്ക് വേണ്ടി പ്രാണനെ വെച്ചു കൊടുക്കണം എന്നാണ് കർത്താവ് ആഗ്രഹിക്കുന്നത്. അപ്പോൾ അതെങ്ങനെയാണ്? പ്രവൃത്തിയിൽ കൂടി പ്രാണനെ വെച്ചു കൊടുക്കുന്നില്ല എങ്കിൽ തന്നെയും ചെറിയ ചെറിയ കാര്യങ്ങളിൽ സഹോദരനെ സ്നേഹിക്കുന്നു എന്ന് എങ്ങനെയാണ് നമ്മൾക്ക് കാണിക്കാനായിട്ട് സാധിക്കും എന്നുള്ളതും പിന്നീടുള്ള വാക്യങ്ങളിൽ പറയുന്നുണ്ട്. 1 യോഹന്നാൻ 3:17 ഇങ്ങനെ പറയുന്നു: എന്നാൽ ഈ ലോകത്തിലെ വസ്തുവകയുള്ളവൻ ആരെങ്കിലും തൻ്റെ സഹോദരന് മുട്ടുള്ളത് കണ്ടിട്ട് അവനോട് മനസ്സലിവ് കാണിക്കാഞ്ഞാൽ ദൈവത്തിൻ്റെ സ്നേഹം അവനിൽ എങ്ങനെ വസിക്കും? കുഞ്ഞുങ്ങളെ, നാം വാക്കിനാലും നാവിനാലുമല്ല, പ്രവൃത്തിയിലും സത്യത്തിലും തന്നെ സ്നേഹിക്കാം. ഇവിടെ വലിയ കാര്യങ്ങളൊന്നുമല്ല പറയുന്നത്. നമ്മുടെ സ്വന്തം പ്രാണനെ കർത്താവ് തന്ന പോലെയുള്ള വലിയ വില കൊടുക്കുന്നൊന്നുമില്ല ഇവിടെ. അതായത് ഒരു സഹോദരന് അല്പം സാമ്പത്തികമായുള്ള ബുദ്ധിമുട്ടുണ്ട് എന്ന് നിങ്ങൾ മനസ്സിലാക്കുന്നു. അപ്പോൾ അതിനെന്താണ് ചെയ്യേണ്ടത് എന്നുള്ളതാണ് ഇവിടെ പറയുന്നത്. സാമ്പത്തികമായ ബുദ്ധിമുട്ടുണ്ടെങ്കിൽ എന്താ ചെയ്യേണ്ടത്? നമുക്ക് സാമ്പത്തികമായിട്ട് എന്തെങ്കിലും രീതിയിൽ സഹായിക്കാൻ സാധിക്കുമെങ്കിൽ നമ്മൾ അങ്ങനെ ചെയ്യണം. അല്ലാതെ നമ്മൾ അവിടെ ചെന്ന് പ്രാർത്ഥിച്ചിട്ട് ദൈവം നിന്നെ സഹായിക്കട്ടെ, ഞങ്ങൾ പ്രാർത്ഥിച്ചു കൊള്ളാം എന്ന് പറഞ്ഞ് പോവുകയല്ല ചെയ്യേണ്ടത്. നമ്മുടെ പ്രവൃത്തിയിൽ കൂടി നമ്മളെ അവിടെ നമുക്ക് തന്നോട് സ്നേഹമുണ്ടെന്നുള്ളത് നമ്മൾ കാണിച്ചു കൊടുക്കുകയാണ് വേണ്ടത്.
വെറുതെ വാക്കുകൾ കൂടി പറഞ്ഞാൽ അത് സ്നേഹമാകുകയില്ല. ഗലാത്യർക്ക് എഴുതിയ ലേഖനം 6-ാം അധ്യായത്തിൻ്റെ 9-10 വാക്യങ്ങൾ: നന്മ ചെയ്യുന്നതിൽ നാം മടുത്തു പോകരുത്, തളർന്നു പോകാഞ്ഞാൽ തക്ക സമയത്ത് നാം കൊയ്യും. ആകയാൽ അവസരം കിട്ടും പോലെ എല്ലാവർക്കും, വിശേഷാൽ സഹവിശ്വാസികൾക്കും നന്മ ചെയ്യുക. നന്മ ചെയ്യുന്നതിൽ മടുത്തു പോകരുതെന്നാണ്. അങ്ങനെ നന്മ ചെയ്ത് ആരെങ്കിലും മടുത്തു പോയിട്ടുണ്ടോ? ഇവിടെ സാധാരണഗതിയിൽ ആരും അങ്ങനെ മടുത്തു പോകത്തക്കൊണ്ടുള്ള നന്മ ചെയ്യാറില്ല. അവിടെ എവിടെയൊക്കെ ഓരോരോ നന്മ ചെയ്യും, അത് നല്ലതാണ്. പക്ഷേ നന്മ ചെയ്ത് ഞാനങ്ങ് മടുത്തു പോയി എന്ന് പറയത്തക്കോണം ആരും സാധാരണ നന്മ ചെയ്യാറില്ല. പക്ഷേ അങ്ങനെ നന്മ ചെയ്യണമെന്നാണ് ദൈവം ആഗ്രഹിക്കുന്നത്. അവസരം നമുക്ക് വേണ്ടി വെയിറ്റ് ചെയ്യില്ല. നാം അവസരം ഉപയോഗിച്ചില്ല എങ്കിൽ വേറെ ആരെങ്കിലും വന്ന് ആ അവസരം ഉപയോഗിക്കും. നമ്മളൊക്കെ ആ അവസരം നഷ്ടപ്പെട്ടു പോവുകയും ചെയ്യും. അങ്ങനെ അതുകൊണ്ട് കിട്ടുന്ന അവസരം നമ്മൾ ഉപയോഗിക്കാനായിട്ട് ശ്രമിക്കേണ്ടത് ആവശ്യമാണ്. 1 യോഹന്നാൻ 3-ാം അധ്യായത്തിൻ്റെ 10-ാമത്തെ വാക്യം: സഹോദരനെ സ്നേഹിക്കുന്നവൻ ദൈവത്തിൽ നിന്നുള്ളവനാണ്, സഹോദരനെ സ്നേഹിക്കാത്തവൻ ദൈവത്തിൽ നിന്നുള്ളവനല്ല. അപ്പോൾ സഹോദരനെ നമ്മൾ സ്നേഹിക്കുന്നില്ലെങ്കിൽ ദൈവം പറയുന്നത് എന്താ? അവൻ്റെ ആവശ്യങ്ങളിൽ നമ്മൾ, ബുദ്ധിമുട്ടുകളിൽ നമ്മൾ ഒരു താല്പര്യവും കാണിക്കുന്നില്ല എങ്കിൽ ദൈവം പറയുന്നത് നീ ദൈവത്തിനുള്ള അല്ല എന്നാണ്. സ്നേഹം പ്രവൃത്തിയിൽ കൂടിയാണ് കാണിക്കേണ്ടത്, വാക്കിൽ കൂടിയല്ല. നമ്മൾ അമേരിക്കയിലൊക്കെ ആണെങ്കിൽ ഭാര്യ ഭർത്താക്കന്മാർ ഐ ലവ് യു എന്ന് പറഞ്ഞില്ലെങ്കിൽ അതൊരു ഭയങ്കര ബുദ്ധിമുട്ടായിട്ടുള്ള കാര്യമാണ്. പക്ഷെ നമ്മളിപ്പോൾ ഒരു രോഗിയെ പോയി കണ്ടിട്ട് ഐ ലവ് യു പറഞ്ഞിട്ട് എന്താ കാര്യം? അവരുടെ ആവശ്യം എന്ന് പറയുന്നത് ഒന്നിൽ അവർക്ക് മരുന്ന് വാങ്ങിക്കാനുള്ള പൈസ വേണം, അല്ലെങ്കിൽ ആഹാരത്തിനുള്ള പൈസ വേണം. അല്ലെങ്കിൽ ലവ് യു പറഞ്ഞുകൊണ്ടിരുന്നാൽ യാതൊരു കാര്യമില്ല. അതുകൊണ്ട് പ്രവൃത്തിയിൽ കൂടി നമ്മൾ നമ്മുടെ സ്നേഹത്തെ കാണിക്കേണ്ടത് ആവശ്യമാണ്. പിന്നീട് യോഹന്നാൻ അപ്പോസ്തലൻ കുറച്ചുകൂടി കടുത്ത ഭാഷയിലാണ് പറയുന്നത്. 1 യോഹന്നാൻ 3:15: സഹോദരനെ പകയ്ക്കുന്നവൻ കൊലപാതകൻ ആകുന്നു. അപ്പം അതെങ്ങനെയുണ്ട്? കുറച്ചുകൂടി കട്ടിയായ ഭാഷയിലാണ് പറയുന്നത്. നമ്മൾക്ക് കാണാൻ പറ്റുന്ന നമ്മളെ സഭയിലുള്ള സഹോദരനെ നമുക്ക് സ്നേഹിക്കാൻ കഴിയുന്നില്ല എങ്കിൽ ദൈവം നമ്മളെ എങ്ങനെയാണ് കാണുന്നത്? വലിയ കൊലപാതകം ചെയ്ത ജയിലിൽ അടയ്ക്കേണ്ടതായ ഒരാൾ എന്ന നിലയിൽ ദൈവം കാണുന്നു. അത് എത്ര കട്ടിയായിട്ടുള്ള ഒരു രീതിയിലുള്ള സംസാരമാണെന്ന് നമുക്ക് മനസ്സിലാക്കാനായിട്ട് സാധിക്കും. അതിനുശേഷം പിന്നീട് പറയുന്നത് 1 യോഹന്നാൻ 4:20-21 വാക്യങ്ങൾ: ഞാൻ ദൈവത്തെ സ്നേഹിക്കുന്നു എന്ന് പറയുകയും തൻ്റെ സഹോദരനെ പകയ്ക്കുകയും ചെയ്യുന്നവൻ കള്ളനാകുന്നു. അപ്പം അതും കള്ളനാണെന്ന് പറയുന്നതും കൊലപാതകനാകുന്നെന്ന് പറയുന്നതും അത് രണ്ടും ജയിൽ ശിക്ഷയ്ക്ക് ഉള്ള ഉപാധികളാണ്. താൻ കണ്ടിട്ടുള്ള സഹോദരനെ സ്നേഹിക്കാത്തവന് കണ്ടിട്ടില്ലാത്ത ദൈവത്തെ സ്നേഹിപ്പാൻ കഴിയുന്നതല്ല. അപ്പോൾ ദൈവത്തെ നമ്മൾ സ്നേഹിക്കുന്നു ഉണ്ടെങ്കിൽ നമുക്കത് ദൈവത്തിന് എങ്ങനെ അത് കാണിച്ചു കൊടുക്കാനായിട്ട് സാധിക്കും? നാം ദൈവത്തെ സ്നേഹിക്കുന്നുണ്ടെങ്കിൽ നമ്മുടെ കൺമുൻപിലുള്ളായ സഹോദരനെ സഹോദരിയോ നമ്മളെ സ്നേഹിക്കണം. അത് പ്രവൃത്തിയിൽ കൂടി നമ്മൾ കാണിച്ചു കൊടുക്കേണ്ടത് ആവശ്യമാണ്. അല്ലെങ്കിൽ അപ്പോസ്തലൻ പറഞ്ഞതുപോലെ നമ്മളെയൊക്കെ കള്ളിയെന്നും കൊലപാതകി എന്നുള്ള ആ വിശേഷണത്തോടുകൂടി ദൈവം നമ്മെ വിളിച്ചാൽ നമുക്ക് എങ്ങനെ അനുഭവപ്പെടും? അതുപോലത്തെ അവസ്ഥയായിരിക്കും നമുക്ക് ഉണ്ടാകുന്നത്. കർത്താവിൻ്റെ ദൃഷ്ടിയിൽ സഹോദര സ്നേഹം എന്നുള്ളത് വളരെ പ്രാധാന്യം അർഹിക്കുന്നതാണ്. സഹോദരനെ സ്നേഹിക്കാത്തവനെ കള്ളനെന്നും കൊലപാതകനെന്നും ഒക്കെ പറയണമെങ്കിൽ അത് സഹോദര സ്നേഹം എനിക്ക് വളരെ പ്രാധാന്യമുള്ളതാണ് എന്ന് മനസ്സിലാക്കാനായിട്ട് സാധിക്കും. എന്നാൽ ഇന്ന് നമ്മുടെ സഭകളിൽ നോക്കിയാൽ സഹോദര സ്നേഹം വളരെ കുറഞ്ഞുകൊണ്ടിരിക്കുന്നു എന്ന് നമുക്ക് കാണാനായിട്ട് സാധിക്കും. പക, പിണക്കം, അസൂയ എന്നീ ജഡത്തിൻ്റെ സ്വഭാവങ്ങൾ വർദ്ധിച്ചു വരുന്നതായിട്ട് നമുക്ക് കാണാനായിട്ട് സാധിക്കും. എന്നാൽ ആദ്യകാലങ്ങളിൽ സഹോദര സ്നേഹം നമുക്ക് വളരെ ശരിയായ നിലയിൽ കാണുവാനായിട്ട് സാധിക്കുമായിരുന്നു. പക്ഷേ ഇപ്പം ദൈവജനം ധാരാളം പഠിച്ചു. അതിൻ്റെ പ്രകാരം പറയുന്ന പോലെ അറിവ് നമ്മളെ ചീർപ്പിക്കുന്നു എന്ന് പറയുന്ന പോലെ സഹോദര സ്നേഹം കുറഞ്ഞു. അതിന്
അത് മുഖാന്തരം സഭകളിൽ പല കൊലപാതകന്മാരും പള്ളികളും കള്ളന്മാരും ഒക്കെ ഉണ്ടാകുന്ന ഒരു അവസ്ഥയിലേക്ക് സഭകൾ പോകുന്നതായിട്ട് കാണാനായിട്ട് സാധിക്കും. അങ്ങനെ സഹോദര സ്നേഹം ഇല്ലാതെയായി പോകുന്നു. അതുകൊണ്ട് കർത്താവ് നമ്മെ സ്നേഹിച്ചതുപോലെ നാം മറ്റുള്ളവരെ സ്നേഹിക്കേണ്ടതാണ്. അതുപോലെ തന്നെ സ്നേഹവും അനുസരണവും ഒന്നിച്ചു പോകുന്നതാണ്. യോഹന്നാന്റെ സുവിശേഷം 14:21 എൻ്റെ കൽപ്പനകൾ ലഭിച്ച് പ്രമാണിക്കുന്നവൻ എന്നെ സ്നേഹിക്കുന്നവൻ ആകുന്നു. യോഹന്നാൻ 14:23 എന്നെ സ്നേഹിക്കുന്നവൻ എൻ്റെ വചനം പ്രമാണിക്കും, എൻ്റെ പിതാവ് അവനെ സ്നേഹിക്കും, ഞങ്ങൾ അവൻ്റെ അടുക്കൽ വന്ന് അവനോടുകൂടെ വാസം ചെയ്യും. അപ്പോൾ എന്നെ സ്നേഹിക്കുന്നവൻ എൻ്റെ വചനം പ്രമാണിക്കും, എൻ്റെ പിതാവ് അവനെ സ്നേഹിക്കുമെന്നാണ് പറയുന്നത്. അത് അങ്ങനെ ചെയ്യുമ്പോൾ പിതാവും പുത്രനും നമ്മോടടുത്ത് വന്ന് നമ്മോട് കൂടെ വാസം ചെയ്യുമെന്ന് കർത്താവിൻ്റെ നല്ല മാതൃകയെ നമുക്ക് കാണാനായിട്ട് സാധിക്കും. യോഹന്നാന്റെ സുവിശേഷം 15-ാം അധ്യായത്തിൻ്റെ 9-ാമത്തെ വാക്യം, പിതാവ് എന്നെ സ്നേഹിക്കുന്നത് പോലെ ഞാൻ നിങ്ങളെ സ്നേഹിക്കുന്നു, എൻ്റെ സ്നേഹത്തിൽ വസിപ്പീൻ. ഞാൻ എൻ്റെ പിതാവിൻ്റെ കൽപ്പനകൾ പ്രമാണിച്ച് അവൻ്റെ സ്നേഹത്തിൽ വസിക്കുന്നത് പോലെ നിങ്ങൾ എൻ്റെ കൽപ്പനകൾ പ്രമാണിച്ചാൽ എൻ്റെ സ്നേഹത്തിൽ വസിക്കും. അപ്പോൾ പിതാവ് പുത്രനെ എങ്ങനെ സ്നേഹിച്ചോ അതുപോലെ തന്നെ പുത്രൻ സ്നേഹിച്ചു. അതുമാത്രമല്ല പിതാവിൻ്റെ കൽപ്പനകൾ എല്ലാം പുത്രനും അനുസരിച്ചു. അതുപോലെ തന്നെ നാം കർത്താവിൻ്റെ മാതൃക പിൻപറ്റി വചനത്തിൽ നമുക്ക് തന്നിരിക്കുന്ന കൽപ്പനകൾ അനുസരിക്കണമെന്നുള്ളതാണ് ദൈവവചനം പറയുന്നത്. അങ്ങനെ നമ്മൾ കർത്താവിനെ സ്നേഹിക്കുന്നു എന്ന് നമുക്ക് മറ്റുള്ളവർക്ക് കാണിച്ചു കൊടുക്കാനായിട്ട് സാധിക്കും. നാം ദൈവത്തെ സ്നേഹിക്കുന്നുണ്ടോ? ആത്മാവിന് കീഴ്പ്പെട്ട് ആത്മാവിൻ്റെ സ്വഭാവം ആത്മാവിൻ്റെ ഫലം പുറപ്പെടുവിക്കുന്നുണ്ടോ? ഇങ്ങനെയുള്ള എന്ന് അറിയാനുള്ള ഒരു മാർഗം എന്ന് പറയുന്നത് കർത്താവിൻ്റെ കൽപ്പനകൾ നമ്മൾ അനുസരിക്കുന്നുണ്ടോ എന്ന് ചെക്ക് ചെയ്താൽ മതിയാകും. ഭാര്യ ഭർത്താവിനെ കീഴ്പ്പെടുന്നു എന്നുള്ളത് സ്നേഹത്തിൻ്റെ ഒരു അടയാളമാണ്. മക്കൾ മാതാപിതാക്കളെ അനുസരിക്കുന്നു എന്നുള്ളതും സ്നേഹത്തിൻ്റെ ഒരു അടയാളമാണ്. മറ്റുള്ളവരിൽ നിന്നും എന്തെങ്കിലും കിട്ടുമെന്ന പ്രതീക്ഷയോടുകൂടിയല്ല നാം മറ്റുള്ളവരെ സ്നേഹിക്കേണ്ടത്. 2 യോഹന്നാൻ 1:6 നാം അവൻ്റെ കൽപ്പനകളെ അനുസരിച്ച് നടക്കുന്നത് തന്നെ സ്നേഹമാകുന്നു. അപ്പോൾ നാം ദൈവത്തിൻ്റെ കൽപ്പനകൾ അനുസരിച്ചാൽ നാം ദൈവത്തെ സ്നേഹിക്കുന്നു എന്നുള്ളത് ദൈവത്തിന് മനസ്സിലാകാനായിട്ട് സാധിക്കും. 1 യോഹന്നാൻ 4:7 പ്രിയമുള്ളവരെ അന്യോന്യം സ്നേഹിക്കുക, സ്നേഹം ദൈവത്തിൽ നിന്ന് വരുന്നു, സ്നേഹിക്കുന്നവനെല്ലാം ദൈവത്തിൽ നിന്ന് ജനിച്ചിരിക്കുന്നു. 1 യോഹന്നാൻ 4:21 ദൈവത്തെ സ്നേഹിക്കുന്നവൻ സഹോദരനെയും സ്നേഹിക്കുന്നു. അപ്പോൾ നമ്മൾ കാണുന്ന സഹോദരനെ സ്നേഹിച്ചിട്ടില്ലെങ്കിൽ നമ്മൾ ദൈവത്തെ സ്നേഹിക്കുന്നില്ല എന്നാണ് ദൈവം പറയുന്നത്. അപ്പോൾ നമ്മുടെ കർത്താവ് നമ്മെ സ്നേഹിച്ചതുപോലെ നാം അന്യോന്യം സ്നേഹിക്കേണ്ടതാണ് എന്നുള്ളത് നമുക്ക് ഈ വാക്യങ്ങളിൽ നിന്നൊക്കെ മനസ്സിലാക്കാനായിട്ട് സാധിക്കും. ഇനി അടുത്തത് സന്തോഷം. മലയാളത്തിൽ സന്തോഷത്തിന് ഒരു വാക്ക് മാത്രമേ ഉള്ളൂ, ഒരു വാക്ക് മാത്രമാണ് ഉപയോഗിച്ചിട്ടുള്ളത്. എന്നാൽ ഇംഗ്ലീഷിൽ അതിന് 2 വാക്കുകൾ ഉപയോഗിക്കാറുണ്ട് സന്തോഷത്തിന് വേണ്ടിയിട്ട്. ഒന്ന് ഹാപ്പിനെസ്, മറ്റേത് ജോയ്. ഈ 2 വാക്കുകളും തമ്മിൽ അല്പം അർത്ഥ വ്യത്യാസങ്ങളുണ്ട്. ഹാപ്പിനെസ് എന്ന് പറയുമ്പോൾ ഹാപ്പനിങ്സിനെ അടിസ്ഥാനമാക്കി മനസ്സിലുണ്ടാകുന്ന ഉല്ലാസമാണ്. അതായത് എന്തെങ്കിലും ഒരു സംഭവത്തെ അടിസ്ഥാനമാക്കി നമുക്കുണ്ടാകുന്ന സന്തോഷമാണ് ഹാപ്പിനെസ് എന്ന് പറയുന്നത്. എന്തെങ്കിലും നമ്മുടെ ജീവിതത്തിൻ്റെ എന്തെങ്കിലും മേഖലകളിൽ ഉദാഹരണമായിട്ട് നമുക്ക് നല്ലൊരു ജോലി ലഭിച്ചു, അതുകൊണ്ട് നമുക്ക് സന്തോഷമുണ്ടായി. നമുക്ക് മക്കളെ ജനിച്ചു, അതുകൊണ്ട് സന്തോഷമായി. അല്ലെങ്കിൽ നമ്മൾ വീട് പണിതു, അതുകൊണ്ട് സന്തോഷമായി. പക്ഷേ ഇവയൊക്കെ ഇല്ലാതെ പോയാൽ നമ്മുടെ സന്തോഷം നഷ്ടമാകുകയും ചെയ്യും, നമ്മളെ നിരാശയിലേക്ക് പോവുകയും ചെയ്യും. അതാണ് ഹാപ്പിനെസ് എന്ന് പറയുന്നത്. എന്നാൽ ബൈബിളിൽ പറയുന്നതായ ആ സന്തോഷം, അതിന് ഇംഗ്ലീഷിൽ പറയുന്ന വാക്ക് ജോയ് അല്ലെങ്കിൽ റിജോയ്സ്. സാഹചര്യങ്ങൾ അനുകൂലമായാലും അനുകൂലമായില്ലെങ്കിലും കർത്താവിൽ സന്തോഷിക്കുന്ന ഒരു അനുഭവമാണ് റിജോയ്സ് എന്ന് പറയുന്നത്. പൗലോസ് അപ്പോസ്തലൻ റോമിൽ ജയിലിൽ കിടക്കുമ്പോഴാണ് ഫിലിപ്പി ലേഖനം
എഴുതുന്നത്. അവിടെ വെച്ചാണ് താൻ പറയുന്നത്, ഫിലിപ്പിലേഖനം 4:4, കർത്താവിൽ എപ്പോഴും സന്തോഷിപ്പീൻ സന്തോഷിപ്പീൻ എന്ന് ഞാൻ പിന്നെയും പറയുന്നു എന്നാണ്. ജയിലിൽ കിടന്ന് അതിന് കഷ്ടത അനുഭവിക്കുന്ന സമയത്ത് മറ്റുള്ളവരോട് താൻ ആഹ്വാനം ചെയ്യുന്ന എന്താണ്? കർത്താവിൽ എപ്പോഴും സന്തോഷിക്കുക എന്നുള്ളതാണ്. റിജോയ്സ് ഇൻ ദ ലോർഡ് ഓൾവേസ് ആൻഡ് അഗെയിൻ ഐ സേ റിജോയ്സ്. പൗലോസിൻ്റെ സന്തോഷം സാഹചര്യങ്ങളെ അടിസ്ഥാനപ്പെടുത്തിയുള്ള സന്തോഷമായിരുന്നില്ല. ദൈവം എല്ലാം നന്മയ്ക്കാക്കി തീർക്കും എന്നുള്ള വിശ്വാസമാണ് തന്നെ ആ സന്തോഷത്തിലേക്ക് നയിച്ചത്. റോമർ ലേഖനം 8-ാം അധ്യായത്തിൻ്റെ 28-ാമത്തെ വാക്യം, എന്നാൽ ദൈവത്തെ സ്നേഹിക്കുന്നവർക്ക് നിർണയപ്രകാരം വിളിക്കപ്പെട്ടവർക്ക് സകലവും നന്മയ്ക്കായി കൂടി വ്യാപരിക്കുന്നു എന്ന് നാം അറിയുന്നു. അപ്പോസ്തല പ്രവൃത്തികളിൽ പൗലോസും ശീലാസും ജയിലിൽ കിടക്കുന്ന സമയത്ത് എന്താണ് സംഭവിച്ചതെന്ന് പറയുന്നുണ്ട്. അപ്പോസ്തല പ്രവൃത്തി 16-ാം അധ്യായത്തിൻ്റെ 24-ാമത്തെ വാക്യം, പൗലോസിനെയും ശീലാസിനെയും കോൽ കൊണ്ട് അടുപ്പിച്ചതിന് ശേഷം കാരാഗ്രഹത്തിലാക്കി അവരെ അകത്തെ തടവിലാക്കി കാൽ ആമത്തിലിട്ട് പൂട്ടി അർദ്ധരാത്രിക്ക് പൗലോസും ശീലാസും പ്രാർത്ഥിച്ച് ദൈവത്തെ പാടി സ്തുതിച്ചതാണ്. അപ്പോൾ അവരെ ജയിലിലാക്കിയെന്ന് മാത്രമല്ല, കാൽ ആമത്തിലിട്ട് പൂട്ടിയാണ്. അങ്ങനെ നടക്കാനൊന്നുള്ള സ്വാതന്ത്ര്യമില്ല. ആ സമയത്ത് പൗലോസും ശീലാസും കൂടെ ദൈവസന്നിധിയിൽ പ്രാർത്ഥിച്ച് ദൈവത്തെ മഹത്വപ്പെടുത്തി ദൈവത്തിന് പാട്ട് പാടുന്നതായിട്ട് കാണാനായിട്ട് സാധിക്കുന്നു. സാധാരണ മനുഷ്യർ ധനം, മാനം, സ്ഥാനം എന്നിവയിലാണ് അവർ സന്തോഷം കണ്ടെത്തുന്നത്. അവർക്ക് എന്തെങ്കിലും കുറവ് വരുമ്പോൾ സന്തോഷവും കുറയും. പക്ഷേ ദൈവമക്കളെ സംബന്ധിച്ച് നമ്മൾ ഈ ലോകത്തിൽ പരദേശികളാണ് എന്ന് നാം മനസ്സിലാക്കേണ്ടത് ആവശ്യമാണ്. അതുകൊണ്ട് നമ്മുടെ സന്തോഷം എന്ന് പറയുന്നത് ഭൗമിക നേട്ടങ്ങളെ അടിസ്ഥാനമാക്കി ഉള്ളതല്ല. ഈ സത്യം മനസ്സിലാക്കിയ ഹബക്കൂക്ക് പ്രവാചകൻ ഇങ്ങനെ പറഞ്ഞു. ഹബക്കൂക്ക് 3:17 മുതൽ 19 വരെയുള്ള വാക്യങ്ങൾ, അത്തിവൃക്ഷം തളുകയില്ല, മുന്തിരിവള്ളിയിൽ അനുഭവം ഉണ്ടാകുകയില്ല, ആട്ടിൻകൂട്ടം തൊഴുത്തുകളിൽ നിന്ന് നശിച്ചു പോകും, ഗോശാലകളിൽ കന്നുകാലികൾ ഉണ്ടായിരിക്കുകയില്ല, എങ്കിലും ഞാൻ യഹോവയിൽ ആനന്ദിക്കും, എൻ്റെ രക്ഷയുടെ ദൈവത്തിൽ ഘോഷിച്ച് ഉല്ലസിക്കും, യഹോവയായ കർത്താവ് എൻ്റെ ബലമാകുന്നു. ഈ ഭൗമികമായ നന്മകളെല്ലാം നഷ്ടപ്പെടും, എങ്കിലും ഞാൻ കർത്താവിൽ സന്തോഷിക്കും എന്നാണ് ഹബക്കൂക്ക് പറയുന്നത്. 2 കൊരിന്ത്യർ 6:10 പൗലോസ് അപ്പോസ്തലൻ തന്നെപ്പറ്റി തന്നെ പറയുന്നുണ്ട്, ദുഃഖിതർ എങ്കിലും എപ്പോഴും സന്തോഷിക്കുന്നു. പല കാര്യങ്ങൾ ഓർത്ത് നമുക്ക് ദുഃഖിക്കാൻ കാണും, പക്ഷേ നമ്മുടെ സന്തോഷം എന്ന് പറയുന്നത് എപ്പോഴും കർത്താവിലായിരിക്കണം. അപ്പോൾ ആത്മാവിൻ്റെ ഫലമായ സന്തോഷം സാഹചര്യങ്ങളെ അടിസ്ഥാനത്തിലുള്ള സന്തോഷമല്ല, ദൈവകൃപയിൽ ആശ്രയിച്ചുള്ള സന്തോഷമാണ്. യാക്കോബിൻ്റെ ലേഖനം 1-ാം അധ്യായത്തിൻ്റെ 2-3 വാക്യങ്ങൾ, നിങ്ങൾ വിവിധ പരീക്ഷകളിൽ അകപ്പെടുമ്പോൾ നിങ്ങളുടെ വിശ്വാസത്തിൻ്റെ പരിശോധന സ്ഥിരത ഉളവാക്കുന്നു എന്നറിഞ്ഞ് അത് അശേഷം സന്തോഷം എന്നുള്ളത്. പല പരീക്ഷകൾ കൂടി ദൈവം നമ്മളെ കടത്തി വിടും, പക്ഷേ അത് നന്മയ്ക്കായിട്ട് വേണ്ടിയാണ് ഉള്ള പരീക്ഷകളാണ് എന്ന് നാം മനസ്സിലാക്കുമ്പോൾ നാം കർത്താവിൽ സന്തോഷിക്കാനായിട്ട് നമുക്ക് സാധിക്കും. നമ്മളെ പരീക്ഷകളെ ഓർത്ത് ദുഃഖിച്ച് കരയുന്നവരായിട്ടല്ല, ആ പരീക്ഷകൾ ദൈവം തന്നതിന് ദൈവത്തിന് ഒരു നല്ല ഉദ്ദേശമുണ്ട് എന്ന് മനസ്സിലാക്കി നാം കർത്താവിൽ സന്തോഷിക്കേണ്ടവരാണ്. അടുത്തതായിട്ട് സമാധാനം. 2 വിധത്തിലുള്ള സമാധാനത്തെ പറ്റി വചനത്തിൽ പറയുന്നുണ്ട്. ഒന്ന്, പീസ് വിത്ത് ഗോഡ്, ദൈവത്തോടുള്ള സമാധാനം. അതായത് പാപം കാരണം മനുഷ്യൻ ദൈവത്തിൽ നിന്ന് അകന്നുപോയി, എന്നാൽ യേശു ക്രിസ്തുവിലുള്ള വിശ്വാസത്താൽ ആ ബന്ധം വീണ്ടും സ്ഥാപിക്കപ്പെട്ടു. അത് മുഖാന്തരം അവന് സമാധാനം ഉണ്ടായി. അതാണ് ദൈവത്തോടുള്ള സമാധാനം എന്ന് പറയുന്നത്. റോമർ ലേഖനം 5-ാം അധ്യായത്തിൻ്റെ 1-ാമത്തെ വാക്യം, വിശ്വാസത്താൽ നീതീകരിക്കപ്പെട്ടിട്ട് നമ്മുടെ കർത്താവായ യേശു ക്രിസ്തു മൂലം നമുക്ക് ദൈവത്തോട് സമാധാനമുണ്ട്. അതാണ് പീസ് വിത്ത് ഗോഡ്, അല്ലെങ്കിൽ ദൈവത്തോടുള്ള സമാധാനം എന്ന് പറയുന്നത്. നമ്മൾ ഒരു കാലത്ത് ദൈവത്തെ അറിയാതെ അങ്ങനെ പാപത്തിൽ ജീവിച്ചു, എന്നാൽ ദൈവത്തിൽ നിന്നുള്ള സമാധാനം അനുഭവിക്കുന്നതിനായിട്ട് വിശ്വാസത്താൽ ആ സമാധാനം നമുക്ക് ലഭിക്കുന്നു. മറ്റേത് പീസ് ഓഫ് ഗോഡ്, അല്ലെങ്കിൽ ദൈവത്തിൻ്റെ സമാധാനം. ദൈവത്തിൻ്റെ സമാധാനം എന്ന് പറയുമ്പോൾ കഷ്ടതകളുടെയും ബുദ്ധിമുട്ടുകളുടെയും മധ്യത്തിൽ ദൈവം തരുന്ന സമാധാനത്തിനാണ് ദൈവത്തിൻ്റെ സമാധാനം എന്ന് പറയുന്നത്. നിങ്ങൾ എപ്പോഴും കടൽ തീരത്ത് പോയിട്ടുണ്ടെങ്കിൽ അവിടെ ഒരു പക്ഷിയെ കാണാം, സീഗൾ എന്ന് പറഞ്ഞൊരു പക്ഷി.
അത് കടൽത്തിരകൾ ഇങ്ങനെ അടിക്കുമ്പോഴും അതിൻ്റെ മുകളിൽ ശാന്തമായിട്ട് ഇങ്ങനെ കിടക്കുന്നൊരു പക്ഷിയാണ്. അതിന് അതുപോലെയാണ് പ്രതികൂല അവസരങ്ങളിൽ ചഞ്ചലപ്പെടാതിരിക്കുന്ന അവസ്ഥയ്ക്കാണ് ദൈവത്തിൽ നിന്നുള്ള സമാധാനം അല്ലെങ്കിൽ പീസ് ഓഫ് ഗോഡ് എന്ന് പറയുന്നത്. കർത്താവിൽ വസിക്കുമ്പോൾ കിട്ടുന്ന ആത്മാവിൻ്റെ ഫലമാണ് ഈ സമാധാനം. ലോകം തരുന്ന സമാധാനം താൽക്കാലികമാണ്, ദൈവം തരുന്ന സമാധാനം സ്ഥിരമായിട്ടുള്ളതാണ്. എന്നാൽ ഈ സമാധാനം നമുക്ക് കിട്ടണമെങ്കിൽ നാം എന്താണ് ചെയ്യേണ്ടത്? ഫിലിപ്പിയർക്ക് എഴുതിയ ലേഖനം 4-ാം അധ്യായത്തിൻ്റെ 7 നമ്മൾക്ക് അത് നമ്മുടെ ജീവിതത്തിലേക്ക് നമ്മൾ കൊണ്ടുവരികയാണെങ്കിൽ നമുക്ക് ഈ സമാധാനം നമുക്ക് എപ്പോഴും ലഭിക്കും. എന്താണ് ഇവിടെ പറയുന്നത്? ഒന്നിനെക്കുറിച്ചും വിചാരപ്പെടരുത്, എല്ലാറ്റിലും പ്രാർത്ഥനയാലും അപേക്ഷയാലും നിങ്ങളുടെ ആവശ്യങ്ങൾ സ്തോത്രത്തോടുകൂടി അറിയിക്കുകയത്രേ വേണ്ടത്. നമ്മൾ പലതിനെപ്പറ്റി ഇങ്ങനെ ചിന്തിച്ച് ആലോചിച്ച് നമ്മുടെ ബലം കരുതുന്ന അവസ്ഥയല്ല. എന്ത് സംഭവിച്ചാലും നമ്മുടെ മനസ്സ് വിചാരപ്പെടേണ്ട ആവശ്യമില്ല. ദൈവത്തിൽ ആശ്രയിക്കുക, ദൈവത്തോട് പ്രാർത്ഥിക്കുക, ദൈവത്തോട് ആവശ്യങ്ങൾ സ്തോത്രത്തോടുകൂടി അറിയിക്കുക. എന്നാൽ സകല ബുദ്ധിയും കവിയുന്ന സമാധാനം നിങ്ങളുടെ ഹൃദയങ്ങളെയും ജനങ്ങളെയും ക്രിസ്തുയേശുവിൽ കാക്കും. മനുഷ്യബുദ്ധിക്ക് അതീതമായ ഒരു സമാധാനം നമുക്ക് ലഭിക്കും. അപ്പോൾ ഫിലിപ്പിയ ലേഖനം 4-ാം അധ്യായത്തിൻ്റെ 7-ാം വാക്യം, നമുക്ക് സമാധാനം ഇല്ലാതെ വരുന്ന അവസരങ്ങളിൽ ഈ വാക്യം വായിക്കുക. അത് നമുക്ക് സമാധാനം കിട്ടുവാനായിട്ട് കൂടുതൽ കാരണമാകും. ദൈവത്തിൻ്റെ ഉള്ള വിശ്വാസവും ആശ്രയവുമാണ് ദൈവസമാധാനത്തിൻ്റെ രഹസ്യമെന്ന് പറയുന്നത്. യോഹന്നാൻ്റെ സുവിശേഷം 4-ാം അധ്യായത്തിൻ്റെ 1-ാമത്തെ വാക്യം, നിങ്ങളുടെ ഹൃദയം കലങ്ങിപ്പോകരുത്, ദൈവത്തിൽ വിശ്വസിപ്പീൻ, എന്നിലും വിശ്വസിപ്പീൻ എന്നാണ് കർത്താവ് പറഞ്ഞത്. നിങ്ങളുടെ ഹൃദയം കലങ്ങിപ്പോകുന്നത് എന്തുകൊണ്ടാണ്? ദൈവത്തിലുള്ള നിങ്ങളുടെ വിശ്വാസം കുറയുന്നു, ദൈവത്തിലുള്ള നിങ്ങളുടെ ആശ്രയം കുറയുന്നു എന്നുള്ളതാണ്. പക്ഷെ ദൈവമായിട്ടുള്ള നമ്മുടെ ബന്ധം ശരിയാകുമ്പോൾ ആത്മാവിൻ്റെ ഫലമായിട്ടുള്ള സമാധാനം നമുക്ക് ധാരാളമായിട്ട് ലഭിക്കും. പ്രാർത്ഥനയും കൂട്ടായ്മയും വചനപഠനവും ദൈവമായുള്ള ബന്ധത്തെ കൂടുതൽ ശക്തിപ്പെടുത്തും. മനുഷ്യൻ്റെ ബുദ്ധി കൊണ്ട് ആലോചിച്ചാൽ, ചിന്തിച്ചാൽ ചില സാഹചര്യങ്ങളിൽ എങ്ങനെ സമാധാനമായിട്ട് കഴിയാൻ സാധിക്കും എന്ന് ചിന്തിച്ചു പോകും. അങ്ങനെയുള്ള അവസരങ്ങൾ നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകും. പക്ഷേ നാം നമ്മെ തന്നെ മുഴുവനായി കർത്താവിൽ സമർപ്പിക്കുക. ആത്മാവിൻ്റെ ഫലമായ ദൈവിക സമാധാനം നമുക്ക് ധാരാളമായിട്ട് അനുഭവിക്കാനായിട്ട് സാധിക്കും. ഞാൻ സൗമ്യത എന്നുള്ള സ്വഭാവഗുണത്തെപ്പറ്റി പറയാനായിട്ടാണ് ആഗ്രഹിക്കുന്നത്. അതിൻ്റെ മറ്റ് ആത്മാവിൻ്റെ ഫലമായ മറ്റ് 2-ാമത്തെ ഗ്രൂപ്പിലെയും 3-ാമത്തെ ഗ്രൂപ്പിലെയും എല്ലാ വിഷയങ്ങളും ഞാൻ എടുക്കുന്നില്ല. അതിൽ സൗമ്യത മാത്രം എടുക്കുന്നുള്ളൂ. സൗമ്യത എന്ന് പറഞ്ഞാൽ എന്താണ്? കോപിക്കേണ്ട സ്ഥാനത്ത് കോപിക്കുക, കോപിക്കേണ്ട സ്ഥാനത്ത് കോപിക്കാതിരിക്കുക. നാം പലപ്പോഴും എന്താ ചെയ്യുന്നത്? കോപിക്കേണ്ട സ്ഥാനത്ത് കോപിക്കുകയില്ല, കോപിക്കരുതാത്ത സ്ഥാനത്ത് നമ്മൾ കോപിക്കുകയും ചെയ്യും. സഹോദരിമാരുള്ള ബന്ധത്തിൽ നമുക്ക് അത്യാവശ്യം ഉണ്ടായിരിക്കേണ്ട ഒരു സ്വഭാവഗുണമാണിത്. എനിക്കും ആവശ്യമായിട്ടുള്ളൊരു സ്വഭാവഗുണം തന്നെയാണിത്. കാരണം നാം പലപ്പോഴും കോപിക്കരുതാത്ത സ്ഥാനത്ത് കോപിക്കുന്നവരാണ്. നമുക്ക് ഏറ്റവും അടുത്ത ബന്ധമുള്ളവരോടാണ് നമ്മൾ കൂടുതലായിട്ട് കോപിക്കുന്നത്. ഉദാഹരണത്തിന് നമ്മുടെ മക്കളോട് നമ്മൾ ആവശ്യമില്ലാതെ കോപിക്കും, ഭർത്താക്കന്മാരോട് ആവശ്യമില്ലാതെ കോപിക്കും. അപ്പോൾ മക്കൾക്ക് നല്ല ഉപദേശം നമുക്ക് കൊടുക്കണം. പക്ഷേ ഉപദേശം കൊടുക്കുമ്പോൾ അവരോട് അങ്ങനെ കോപിച്ച് അവരെ ആ നിലയിൽ വളരെ ആവശ്യമില്ലാത്ത രീതിയിൽ കോപിച്ച് ഉപദേശം കൊടുക്കേണ്ടതായിട്ടുള്ള ആവശ്യമില്ല. പക്ഷേ പലപ്പോഴും നമ്മൾ ഉപദേശം കൊടുക്കുമ്പോൾ നമ്മുടെ കോപമാണ് മുന്നിൽ നിൽക്കുന്നത്. അതുപോലെ ഭർത്താക്കന്മാർ നമ്മുടെ കോപിച്ച് അങ്ങനെ ചില സമയത്ത് സംസാരിക്കും. പക്ഷേ ആ സമയത്ത് നമ്മളെന്താണ് ചെയ്യുന്നത്? പലപ്പോഴും ആ സ്വരത്തിൽ തന്നെ തിരിച്ച് കോപിക്കാനായിട്ടാണ് നമ്മൾ ശ്രമിക്കുന്നത്. അതും തെറ്റായിട്ടുള്ള കാര്യമാണ്. അപ്പോൾ കോപിക്കേണ്ട സ്ഥാനത്ത് കോപിക്കണം, പക്ഷേ നമ്മൾ കോപിക്കരുതാത്ത സ്ഥാനത്താണ് പലപ്പോഴും കോപിക്കുന്നത്. അതുകൊണ്ടാണ് നമ്മൾ ഉത്തമ സ്ത്രീയായിട്ടുള്ള സദൃശവാക്യമുള്ള സ്ത്രീയെ പറ്റി പറയുന്നത്. സദൃശവാക്യം 31:26, അവൾ ജ്ഞാനത്തോടെ വായി തുറക്കുന്നു, ദയയുള്ള ഉപദേശം അവളുടെ നാവിന്മേലുണ്ട്. അവൾ ഉപദേശം കൊടുക്കുമ്പോൾ ദയയോടുകൂടിയാണ് ഉപദേശം കൊടുക്കുന്നത്. അങ്ങനെ കോപിച്ച് അവരെ അങ്ങനെ ഇല്ലാതാക്കി അങ്ങനെ കളയുകയല്ല ചെയ്യുന്നത്.
ദയോടുകൂടി ഉപദേശം കൊടുക്കുക. അപ്പോൾ സ്ത്രീകൾ ആയിട്ടുള്ള നമ്മൾ സൗകര്യമായിട്ടുള്ള നമ്മൾ ഇത് മനസ്സിലാക്കേണ്ടത് ആവശ്യമാണ്. ഞാൻ പറഞ്ഞില്ലേ, നമ്മുടെ അടുത്ത ബന്ധത്തിൽപ്പെട്ടവരാണ് കൂടുതലായിട്ട് നമ്മൾ കോപിക്കുന്നത്. നമ്മൾ അന്യരോടോ മറ്റാരെങ്കിലും നമ്മളെ വിസിറ്റ് ചെയ്യാൻ വരുന്നവരോടൊന്നും നമ്മൾ കോപിക്കുകയില്ല. നമ്മൾ വളരെ ശാന്തമായിട്ട് വളരെ സൗമ്യമായിട്ട് ഇടപെടും. പക്ഷേ അവർ പോയി കഴിയുമ്പോഴായിരിക്കും നമ്മൾ വീട്ടുകാർ തമ്മിൽ ഉള്ളവരുമായിട്ട് കോപിക്കുന്നത്. ഭർത്താക്കന്മാരോട് ആദ്യകാര്യങ്ങളൊക്കെ നമ്മൾ കോപിക്കുകയില്ല, വളരെ സ്നേഹമാണ്. പക്ഷേ കൂടുതൽ പരിചയമായി പ്രായമായി വരുമ്പോൾ എന്താ സംഭവിക്കുന്നത്? ഭർത്താവ് ഇങ്ങോട്ട് കോപിച്ചാൽ അതേ സ്വരത്തിൽ തന്നെ തിരിച്ച് അങ്ങോട്ട് കോപിക്കുന്നതായിട്ട് കാണാൻ സാധിക്കും. അതുകൊണ്ട് ഭർത്താവ് കോപിച്ചാലും ഭാര്യമാർ സൗമ്യത പാലിക്കണം എന്നുള്ളത് ദൈവം നമ്മൾ ആഗ്രഹിക്കുന്ന കാര്യമാണ്. അതുകൊണ്ടായിരിക്കാം പത്രോസ് അപ്പോസ്തലൻ ഭാര്യമാരോട് പ്രത്യേകം സൗമ്യതയെപ്പറ്റി പറയുന്നുണ്ട്. 1 പത്രോസ് 3-ാം അധ്യായത്തിൻ്റെ 3-ാമത്തെ വാക്യം, നിങ്ങളുടെ അലങ്കാരം തലമുടി പിന്നുന്നതും പൊന്നണിയുന്നതും വസ്ത്രം ധരിക്കുന്നതും ഇങ്ങനെ പുറമേയുള്ളതല്ല, സൗമ്യതയും സാവധാനതയും ഉള്ള മനസ്സ് എന്ന അക്ഷയഭൂഷണമായ ഹൃദയത്തിൻ്റെ മനുഷ്യൻ തന്നെ ആയിരിക്കണം. അത് ദൈവസന്നിധിയിൽ വിലയേറിയതാകുന്നു. ഇതിന് നല്ലൊരു മാതൃകയായിട്ട് അബ്രഹാമിൻ്റെ ഭാര്യ സാറയെ പറ്റിയാണ് പറഞ്ഞിരിക്കുന്നത്. നമ്മുടെ അലങ്കാരം എന്ന് പറയുന്നത് സൗമ്യത, സാവധാനത എന്നുള്ള മനസ്സായിരിക്കണമെന്നാണ്. 1 പത്രോസ് 3-ാം അധ്യായത്തിൻ്റെ 5-ാമത്തെ വാക്യം, ഇങ്ങനെയല്ലോ പണ്ട് ദൈവത്തിൽ പ്രത്യാശ വച്ചിരുന്ന വിശുദ്ധ സ്ത്രീകൾ തങ്ങളെ തന്നെ അലങ്കരിച്ച് ഭർത്താക്കന്മാർക്ക് കീഴടങ്ങിയിരുന്നത്. മാത്രമല്ല യജമാനൻ എന്ന് വിളിച്ച് അനുസരിക്കുകയും ചെയ്തു. അപ്പോൾ നമ്മുടെ സംസാരത്തിലും നമ്മുടെ പ്രവൃത്തിയിലും നമ്മൾ സൗമ്യത കാണിക്കാൻ സാധിക്കുന്നുണ്ടോ എന്ന് നാം തന്നെ പരിശോധിക്കേണ്ടതാണ്. കർത്താവിനെ പറ്റി പറയുന്നത് മത്തായിയുടെ സുവിശേഷം 11-ാം അധ്യായത്തിൻ്റെ 29-ാമത്തെ വാക്യം, ഞാൻ സൗമ്യതയും താഴ്മയും ഉള്ളവനാകിയാൽ എൻ്റെ നുക ഏറ്റുകൊണ്ട് എന്നോട് പഠിപ്പിക്കും, എന്നാൽ നിങ്ങളുടെ ആത്മാക്കൾക്ക് ആശ്വാസമുണ്ട്. കർത്താവ് ഈ ഭൂമിയിലായിരുന്നപ്പോൾ വളരെ കുറച്ച് പ്രാവശ്യമേ കോപിച്ചിട്ടുള്ളൂ. പലപ്പോഴും താൻ കോപിച്ചത് പാപത്തിനെതിരെയാണ്, വ്യക്തികളോട് അല്ല. 1 പത്രോസ് 2:21, അവൻ്റെ കാൽച്ചൂട് പിന്തുടരുവാൻ ഒരു മാതൃക നിശ്ചയിച്ചു പോയിരിക്കുന്നു. കർത്താവ് ഒരു മാതൃക നമുക്ക് കാണിച്ചു തന്നിട്ടുണ്ട്. ആ മാതൃകയിൽ കൂടെ നമ്മൾ നടക്കേണ്ടത് ആവശ്യമാണ്. 1 പത്രോസ് 2:22-23, അവൻ പാപം ചെയ്തിട്ടില്ല, അവൻ്റെ വായിൽ വഞ്ചനയൊന്നും ഉണ്ടായിരുന്നില്ല, തന്നെ ശകാരിച്ചിട്ട് പകരം ശകാരിക്കാതെയും കഷ്ടം അനുഭവിച്ചിട്ട് ഭീഷണം പറയാതെയും ന്യായമായി വിധിക്കുന്നുവെങ്കിൽ കാര്യം പരിമേൽപ്പിക്കത്രേ ചെയ്ത്. അപ്പോൾ കർത്താവിൻ്റെ ആ നല്ല മാതൃക നമുക്ക് പിന്തുടരാം. അതുമാത്രമല്ല, മോശയുടെ ജീവിതം നോക്കിയാൽ നമുക്ക് ഈ സൗമ്യത കാണാനായിട്ട് സാധിക്കും. മോശയെ സൗമ്യനാക്കുവാൻ ദൈവത്തിന് 80 വർഷത്തോളം വേണ്ടി വന്നു. കൊട്ടാര ജീവിതത്തിൽ നിന്നും 40 വർഷം ആടുകളെ തീറ്റുന്ന ജോലിയിലാക്കി. അവിടെ മോശയ്ക്ക് ഒരു പരാതിയോ പിറുപിറുപ്പോ ദൈവത്തോട് കോപമോ ഒന്നും കാണുന്നില്ല. പിന്നീട് ഇസ്രായേൽ മക്കളെ ഫറവോൻ്റെ കയ്യിൽ നിന്നും താൻ രക്ഷിച്ചു. കനാൻ ദേശത്തേക്കുള്ള പ്രയാണം കാലം എന്ന് പറയുന്നത് 40 വർഷമായിരുന്നു. 6 ലക്ഷം പുരുഷന്മാരും സ്ത്രീകളും കുട്ടികളും ഉൾപ്പെടെ ഒരു വലിയ ജനസമൂഹത്തെ മരുഭൂമിയിൽ കൂടി നടത്തുക എന്നത് വളരെ പ്രയാസമുള്ള കാര്യമാണ്. ഈ 40 വർഷത്തിനിടയിൽ ഇസ്രായേൽ മക്കൾ എത്ര പ്രാവശ്യം തന്നോട് കോപിച്ചു, കല്ലെറിഞ്ഞ് കൊല്ലണമെന്ന് ആഗ്രഹിച്ചു, വെറുത്തു. അവിടെയൊന്നും മോശ അവരോട് കോപിച്ചില്ല. കോപിക്കുന്നതിന് പകരം ദൈവസന്നിധിയിൽ പോയി കരയുകയാണ് മോശ ചെയ്തത്. തൻ്റെ സഹോദരൻ അഹരോനും സഹോദരി മരിയാമും തനിക്കെതിരായി സംസാരിച്ചപ്പോഴും മോശ കോപിച്ചില്ല. താൻ അവിടെയും സൗമ്യത പാലിക്കുകയാണ് ചെയ്തത്. ദൈവസന്നിധിയിൽ അവർക്ക് വേണ്ടി കരയുകയായിരുന്നു മോശ എപ്പോഴും ചെയ്തുകൊണ്ടിരുന്നത്. ദൈവം മിര്യാമിനോട് കോപിച്ചു, അവൾ കുഷ്ഠരോഗിയായി തീർന്നു. അവിടെയും മോശ മിര്യാമിന് വേണ്ടി ദൈവത്തോട് അപേക്ഷിക്കുന്നതാണ് കാണുന്നത്. എന്നാൽ ഇസ്രായേൽ ജനം കാളകുട്ടിയെ വാർത്ത പാപം ചെയ്തപ്പോൾ അവർക്കെതിരെ തൻ്റെ കോപം ശരിയായ നിലയിൽ പ്രാപിച്ചു. കോപിക്കേണ്ട അവസരമായിരുന്നു അത്. അവിടെ താൻ കോപിക്കുകയും ചെയ്തു. മോശയുടെ സൗമ്യത നമുക്കെല്ലാവർക്കും ഒരു മാതൃകയാണ്. ദൈവം മോശയെ പറ്റി ഇങ്ങനെ സാക്ഷ്യം പറയുന്നു. സംഖ്യാപുസ്തകം 12-ാം അധ്യായത്തിൻ്റെ 3-ാമത്തെ വാക്യം, മോശ എന്ന പുരുഷനോ ഭൂതലത്തിലുള്ള സകല മനുഷ്യരിലും അതിസൗമ്യനായിരുന്നു. സൗമ്യൻ എന്നല്ല, അതിസൗമ്യൻ എന്നാണ് പറഞ്ഞിരിക്കുന്നത്.
പത്രോസ് അപ്പോസ്തലൻ പറഞ്ഞതുപോലെ നമ്മുടെ അലങ്കാരം സൗമ്യതയും സാവധാനതയുമുള്ള മനസ്സായിരിക്കട്ടെ. ഇന്നത്തെ കോളേജ് കുമാരികളൊക്കെ അലങ്കാരത്തിന് വളരെ പ്രാധാന്യം കൊടുക്കുന്നവരാണ്. എന്നാൽ ദൈവം അലങ്കാരമായി കാണുന്നത് സൗമ്യതയുള്ള സംസാരം, സൗമ്യതയുള്ള പെരുമാറ്റം എന്നിവയാണ്. സൗമ്യതയും നാവുമായിട്ട് വളരെ ബന്ധമുണ്ട്. നമ്മൾ സംസാരിക്കുന്നത് വളരെ സൗമ്യതയിലൂടെ ആകേണ്ടത് ആവശ്യമാണ്. നാവ് കൊണ്ട് നമുക്ക് ദൈവത്തെ സ്തുതിക്കാൻ പറ്റും, അതുപോലെ തന്നെ മറ്റുള്ളവരോട് കോപിക്കാനും സാധിക്കും. പക്ഷേ ദൈവസന്നിധിയിൽ നമ്മൾ കണക്ക് കൊടുത്തിരിക്കേണ്ടവരാണ് എന്നൊരു ബോധ്യം നമുക്ക് എപ്പോഴും ഉണ്ടായിരിക്കേണ്ടത് ആവശ്യമാണ്. നാം ഇത്രയും സമയം ആത്മാവിൻ്റെ ഫലത്തെ പറ്റിയാണ് ചിന്തിച്ചത്. 9 സ്വഭാവവിശേഷങ്ങളെ പറ്റിയാണ് നമ്മൾ പറഞ്ഞത്. ഈ 9 സ്വഭാവവിശേഷങ്ങളും കർത്താവിൻ്റെ സ്വഭാവവിശേഷങ്ങൾ തന്നെയാണ്. നാം നമ്മെ തന്നെ ഒന്ന് പരിശോധിച്ച് നോക്കുക. ഏതൊക്കെ സ്വഭാവവിശേഷങ്ങൾ നമ്മുടെ ജീവിതത്തിൽ പ്രായോഗികമായിട്ട് നമുക്ക് ഉണ്ട് എന്ന് പറയുവാനായിട്ട് സാധിക്കും. എവിടെയാണ് നമുക്ക് കുറവ് പറ്റിയിട്ടുള്ളത് എന്ന് മനസ്സിലാക്കുക. തെറ്റുകളെ തിരുത്തുവാൻ തൊക്കെ ദൈവസന്നിധിയിലേക്ക് കടന്നു വരിക. കർത്താവിൽ വസിക്കുന്ന ഒരു രീതിയിലേക്ക് നമുക്ക് വരാം. ആത്മാവിൻ്റെ ഫലം പുറപ്പെടുവിക്കാൻ കർത്താവിൽ വസിച്ചെങ്കിൽ മാത്രമേ നമുക്ക് സാധിക്കുകയുള്ളൂ. മാത്രമല്ല അധിക ഫലം പുറപ്പെടുവിക്കണം, അധിക ഫലം ഉണ്ടാകണം എന്നുള്ളതാണ് ദൈവത്തിൻ്റെ ആഗ്രഹവും നമ്മളെക്കുറിച്ചുള്ള ആഗ്രഹവും. പ്രാർത്ഥിച്ചാൽ മാത്രം നമ്മളൊരു ഫലം ഉണ്ടാകുകയില്ല. അതിന് പല പരിശോധനകൾ കൂടി ദൈവം നമ്മെ കടത്തേണ്ടതായിട്ട് വരും. പരിശ്രമങ്ങൾ വരുമ്പോൾ പതറിപ്പോകരുതെന്നും ദൈവസന്നിധിയിൽ നമ്മെ തന്നെ താഴ്ത്തി കരയുവാനായിട്ട് ദൈവം നമ്മെ ഇടയാക്കട്ടെ. തന്നെ സ്നേഹിക്കുന്നവർക്കെല്ലാം നന്മയ്ക്കാക്കി തീർക്കുന്ന ഒരു ദൈവം ഉണ്ട് എന്ന് നമുക്ക് വിശ്വസിക്കാം. ദൈവസന്നിധിയിൽ നമ്മുടെ കുറവുകളെ ഏറ്റുപറയാം. നാം മുഖാന്തരം നമ്മുടെ കുടുംബങ്ങൾ അനുഗ്രഹിക്കപ്പെടണം, നമ്മുടെ തലമുറകൾ അനുഗ്രഹിക്കപ്പെടണം, നമ്മുടെ സഭ അനുഗ്രഹിക്കപ്പെടണം. ദൈവം സഹോദരിമാരായ നമ്മെ ഈ വിധത്തിൽ അനുഗ്രഹിക്കട്ടെ എന്ന് ആശംസിക്കുകയും പ്രാർത്ഥിക്കുകയും ചെയ്തുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകളെ ചുരുക്കുന്നു. ദൈവനാമം മഹത്വപ്പെടുമാറാകട്ടെ.